ജി, അങ്ങയുടെ ലൈഫിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അങ്ങ് ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ ആ സാധന പദ്ധതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പറയാം. ബേസിക്കായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് യോഗയിലാണ്. മന്ത്രദീക്ഷ തന്നാണ് ഇനിഷ്യേറ്റ് ചെയ്തത് അച്ഛൻ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സുബ്രഹ്മണ്യ മന്ത്രം. പക്ഷേ കുട്ടിക്കാലത്തെ ഈ ആസനം ചെയ്യുന്നതിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. അതിനൊരു ട്രിഗറുണ്ടായി. അച്ഛൻ ചെയ്യുമായിരുന്നു. സൂര്യ നമസ്കാരം ഇന്ന് രാവിലെ ചെയ്യുമായിരുന്നു. ബാക്കി ആസനങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സൂര്യ നമസ്കാരം ഇന്ന് രാവിലെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരി അവരുടെ അനിയത്തി ഒരു കുട്ടിയുടെ പടം കേരളഭൂമി പേപ്പറിൽ ഇങ്ങനെ അടിച്ച്, മാതൃഭൂമി പേപ്പറിൽ അടിച്ചു വന്നു. ഒരു ആസനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോസ്റ്റർ ചെയ്യുന്ന. അപ്പോൾ എനിക്കറിയാം കൊച്ചിന്, നമ്മുടെ തൊട്ടടുത്തുള്ള. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് ഇത് നമുക്കും പഠിക്കണമല്ലോ എന്നൊരു തോന്നല്ലോ, ആസനം. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ബേസിക് സാധനങ്ങൾ അച്ഛൻ പറഞ്ഞു തരാൻ തുടങ്ങി. അപ്പോൾ എങ്കിലും ആ ലോങ്ങിങ് ഭയങ്കര ശക്തമായിരുന്നതുകൊണ്ട് അതിൻ്റെ കുറേ ഡീപ്പായിട്ട് നല്ല ഫ്ലെക്സിബിളായിരുന്നു എൻ്റെ ബോഡി. കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. എന്ത് കണ്ടാലും അതുപോലെ ചെയ്യാൻ പറ്റും ഉടനെ. വളരെ ഡിഫിക്കൽട്ടാണെന്ന് നമുക്കിപ്പോൾ തോന്നുക. ഇപ്പം ഡിഫിക്കൽട്ടാണ്, കാരണം ബോഡി കുറേ മാറി. പക്ഷേ അന്ന് ഒന്നും പ്രയാസമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ വളരെ ഈസിയായിരുന്നു. അങ്ങനെ ഈ ആസനത്തിലേക്ക് ഇറങ്ങി വന്ന് അത് കുറേശ്ശെ മനസ്സിലാക്കി കൊണ്ടുപോയി. അത്ര ഒരു ഓർഡറിലും മറ്റുമല്ല മനസ്സിലാക്കിയത്. ഇഷ്ടമുള്ള ആസനങ്ങൾ ചെയ്ത് തുടങ്ങി. അച്ഛൻ്റെ ഗൈഡൻസാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടില്ല അന്ന്. അങ്ങനെ ഈ ക്യൂറിയോസിറ്റി കൂടി വന്നപ്പം ഇത് പഠിക്കണമെന്നുണ്ട്. ഇവിടെ ഒരുപാട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്നുണ്ടായിരുന്നു. വലിയ ആചാര്യന്മാരുടെ ആയിരുന്നു. എങ്കിലും അവിടെ എങ്ങും പോയില്ല. എൻ്റെ ബ്രദർ അവിടെ പോയി പഠിച്ചു, ഇളയനിയൻ. അവിടുത്തെ ഇൻസ്ട്രക്ടറുമായി കുറേ കിട്ടുന്നു. അപ്പോൾ ഈ ആസനം വളരെ ഗുണം ചെയ്യുന്ന ഒരു അനുഭവമായിട്ടാണ് നമ്മൾ ചെയ്തു വന്നത്. അങ്ങനെയാണ് ഈ പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രം എങ്ങനെയാണ് എന്നുള്ളത്. ഇതിൻ്റെ റൂട്ട്, ഈ പറഞ്ഞ യോഗയുടെ എല്ലാ റൂട്ട് പതഞ്ജലി മഹർഷി എന്നാണ് വരുന്നതെന്ന് അച്ഛനാണ് പറയുന്നത്. അപ്പോൾ അച്ഛനത് നല്ലോണം അറിയാം. അങ്ങനെ പരമ്പരാഗതമായി വന്നതായിരിക്കാം ആ അറിവ്. അങ്ങനെ അച്ഛന് ഈ കാര്യത്തിനെക്കുറിച്ച് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന 8 സ്റ്റെപ്പ്, ഇതൊക്കെ എനിക്ക് ഇത്തരം കാര്യം കിട്ടിയാൽ ഞാൻ മറക്കത്തില്ല. അന്നത്തെ അത്ര ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളതുകൊണ്ട് അതൊരിക്കൽ കേട്ടാൽ അതവിടെ രജിസ്റ്റേർഡ് ആകും. അറ്റൻറ്റീവായിരിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു ഗുണമാണ്. അങ്ങനെ ഈ അഷ്ടാംഗ യോഗം, എന്നാൽ ട്രഡീഷണലായിട്ട് ശിവരാജ യോഗമാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് പ്രധാനമായിട്ട് നിന്നിരുന്നത് ഈ അഷ്ടാംഗ യോഗത്തിലാണ്. ഇപ്പോൾ പറയുന്ന അഷ്ടാംഗ യോഗമല്ല, പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗം. അത് മാറി. ഇപ്പം അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ അറിയുന്നത് പട്ടാബി ജോയ്സിൻ്റെ ഒരു ആൾട്ടേർഡ് വെർഷൻ ഓഫ് യോഗയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതിശയപ്പെട്ടു പോയി. അഷ്ടാംഗ യോഗം പതഞ്ജലിയുടെയാണ് നമുക്കറിയാം, പഠിച്ചു കുറേയൊക്കെ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് ഇതേ അല്ല, വേറെ കുറേ പ്രാക്ടീസുകളാണ്. അപ്പോൾ അങ്ങനെ ഈ യാത്രക്കിടയ്ക്ക് വലിയൊരു ഗുണം കിട്ടിയെന്താണെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഇതിൻ്റെ ആൾട്ടേർഡ് വേർഷൻസ് സെല്ലബിളായ ഐറ്റമായിട്ട് എടുത്തിട്ട് അതിനെല്ലാം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പഠിപ്പിച്ച ഇന്ത്യൻ ആചാര്യന്മാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവിടെ റിസീവ് ചെയ്യുന്ന എൻഡിൽ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങൾ അവർ പറയാതിരുന്നു. അപ്പം അറ്റ് ദ എൻഡ് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പെരിഫറൽ ഒരു സാധനം അവിടെ പോയി. അപ്പോൾ ഇത് ചെന്നപ്പോൾ ഞാനിത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ബേസിക് റൂട്ടിൽ നിന്നേ വരണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായി. കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ട്രഡീഷൻ നിൽക്കും, പൂർണ്ണമായിട്ട് അസ്തമിച്ചൊന്നും പോവില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇത് നമ്മുടെയും കൂടെ ഒരു ബാധ്യത പോലെ എടുത്തിട്ട് അതെന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
അപ്പോൾ ആ ഒരു ഇത് വിദേശത്ത് വന്നപ്പോൾ കുറേ കൂടെ ഉറച്ചു. അതിന് സഹായിച്ചത് ഈ ബേസിക് ഇൻഫർമേഷൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടിയതാണ്. പിന്നെ അത് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ പല ആചാര്യന്മാരും ഉണ്ടായി. അതിനകത്ത് പരമശിവ മാഷുണ്ട്, അതിനകത്ത് ഇയാളുണ്ട്, നമ്മുടെ ഒരു ആചാര്യനുണ്ടായിരുന്നു ആദ്യകാലത്തെ തന്നെ. ഇങ്ങനത്തെ സന്യാസ പേരാണ് ഞാൻ നോക്കുന്നത്, കിട്ടുന്നില്ല. വാസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മറ്റേ പേര് കിട്ടുന്നില്ല. കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നല്ലൊരു യോഗ പ്രാക്ടീഷണറാണ്, ഫിസിക്കൽ യോഗ, മറ്റു കാര്യങ്ങളല്ല. അപ്പം പറ്റിയത് യൂറോപ്പിൽ മറ്റും പറ്റിയതെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ഒരു റേസ് ആയതുകൊണ്ട് അവർ ആ ഫിസിക്കൽ സൈഡിന് ഭയങ്കര ഊന്നൽ കൊടുത്ത് അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്തു. ഈ ബാക്കി യോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് പോയി, ഒന്ന് മെൻഷൻ ചെയ്തങ്ങ് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് നിൽക്കുകയും ഈ യോഗത്തിൻ്റെ റൂട്ടിലോട്ട് ഇറങ്ങാൻ പറ്റാതെ വരികയും ചെയ്യും കാലം കൊണ്ട്. ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ റൂട്ട് ഉറപ്പിക്കണമെങ്കിൽ ആ റൂട്ട് അറിയണം. അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്തെടുക്കുക. നമ്മളിത് നേരത്തെ അക്വയർ ചെയ്തിരുന്ന നോളജ് ആയതുകൊണ്ട് അതിനെ ആ ഫോമിലോട്ട് എടുത്ത് പ്ലേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല, നീഡ് വന്നപ്പോൾ. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറയുന്നത് ആ മഹർഷി എങ്ങനെയാണോ അത് കൺസീവ് ചെയ്തത് ആ പാത്തിൽ തന്നെ ആണ് പോകേണ്ടത്. ടൈം ടെസ്റ്റഡ് ആണ്. 2400 വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന്. അത് അത്രയും വർഷങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ പെട്ടെന്ന് നമ്മൾ മാറ്റി ഒരു ഹാർട്ട് യോഗ എന്നും അക്രം യോഗ എന്നും വിക്രം യോഗ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറമാത്രം പിലാത്തെ യോഗ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വെർഷൻസ് ഉണ്ടാക്കി നാളെ നീളെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ചെയ്യാം, തെറ്റൊന്നുമില്ല, അവർ ചെയ്യട്ടെ. പക്ഷേ ഈ റൂട്ട് മറന്നുപോയിട്ട് നമ്മൾ കുളിക്കരുത്, എണ്ണ തേക്കരുത്. അത് അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രിക്റ്റായിട്ട് ആ സിസ്റ്റത്തിൽ നിൽക്കുന്നത്. ആ സിസ്റ്റം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രം തന്നെയാണ്. അപ്പോൾ എൻ്റെ ടീച്ചിങ്ങെല്ലാം ആ ബേസ് ഈ ശിവരാജയോഗമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വന്നതെങ്കിലും ഈ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ശിവരാജയോഗത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കാനൊക്കത്തില്ല. ആളതിന് പ്രാപ്തനായി വരുന്നത് വരെ അതിനെക്കുറിച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് അതിനൊരു സീക്രട്ട് സ്വഭാവമുണ്ട്, മനഃപൂർവ്വം അല്ല. പക്ഷേ ഇത് ഒരു മനസ്സിലാവാതെ ഒരാൾ അതിനുള്ള ക്വാളിറ്റി ഇല്ലാതെ ഇറങ്ങി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ചിലപ്പം മാനസികമായ അന്തസംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭ്രാന്ത് പോലൊക്കെ വരും, ഉന്മാദം പോലൊക്കെ. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യാൻ പ്രയാസമാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. മര്യാദയ്ക്ക് പോകുന്ന റൂട്ട്, ചാനൽ ചെയ്തിരിക്കുന്ന റൂട്ടിൽ കൂടെ കയറി അങ്ങോട്ട് പോകാൻ വഴികിടക്കെ അവിടെ ഇവിടുന്ന് എന്തെങ്കിലും എടുത്ത് പറക്കിയെടുത്തിട്ട് 5-6 ദിവസം ചെയ്ത് കഴിഞ്ഞ് യോഗാചാര്യനായി മാറിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒരു ആചാര്യൻ്റെ കൂടെ എന്തോ വിധി വൈപരീത്യം കൊണ്ട് ചെന്ന് നമ്മൾ പെടുകയാണെങ്കിൽ അതല്ലേ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചു പോകുമ്പോൾ ബേസില്ലാതെ നിൽക്കില്ലേ. വളരെ ജനറസ് ആയിട്ടുള്ള ഭയങ്കര മെഗ്നാനിമിറ്റിയിൽ നിന്നിട്ട്, സ്നേഹത്തിൽ നിന്ന്, കമ്പാഷനിൽ നിന്നിട്ട് മനുഷ്യ രാശിക്ക് വേണ്ടി ലോകത്തിന് ഒരു വലിയ ഗിഫ്റ്റായിട്ടിട്ടിരിക്കുന്ന സാധനം അവിടെ കിടക്കെ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് അതിൽ നിന്ന് മോഡിഫൈഡ് വേർഷൻസ് ഉണ്ടാക്കി വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു ഡിസ്റെസ്പെക്റ്റാണ് ശാസ്ത്രത്തിനോടും ഈ ശാസ്ത്രത്തിൻ്റെ ഒറിജിനേറ്ററായ ആചാര്യന്മാരോടും. അത് കൈവഴികളായി മറിഞ്ഞ് ഒന്ന് എഴുതി വെച്ച് വന്നതൊന്നും അല്ലല്ലോ, മറിഞ്ഞ് നമ്മളിലേക്ക് എത്തിച്ച ആ റൂട്ടിൽ വന്ന എല്ലാവരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യും പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലതാണ്. അതുകൊണ്ട് ഞാനിത് സ്ട്രീം ലൈൻ ചെയ്ത് സ്ട്രിക്റ്റായിട്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് മറ്റൊന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കുകയല്ല. അതെല്ലാം നമുക്ക് കേൾക്കാം, ഗുണമുണ്ട്, നല്ലതുണ്ട്, അതൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി ആ ബേസിലാണ് പോകുന്നത്. മറ്റത് ശിവരാജയോഗം എന്ന് പറയുന്നത് നല്ല പ്രാക്ടീഷണേഴ്സിന് വേണ്ടി ഉള്ള ഒരു മാർഗ്ഗമാണ്. അതിനകത്ത് ചര്യ, ക്രിയ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞാൽ അവർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടും ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ അഷ്ടാംഗ യോഗത്തിന് യമം, നിയമം, ആസനം,
പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. പിന്നെ സമാധിയുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ യമം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യമം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, പരിഗ്രഹ, യമ എന്നാണ്. അഹിംസ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. സ്വയം ഉപദ്രവിക്കാതിരിക്കുന്നതും കൂടെ സൂക്ഷിച്ചോളണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മളെ ഉപദ്രവിക്കുന്നതെന്നും കൂടെ തിരിച്ചറിഞ്ഞാലാണ് നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുക. അപ്പോൾ അതുകൂടെ ഒന്ന് ആലോചിച്ചോളണം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നാൽ എളുപ്പമായി. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെ ഹർട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് സ്ട്രിക്റ്റായിട്ട് എടുക്കേണ്ടി വരും. ഇത് പ്രധാനമായിട്ടും ആ ബുദ്ധിസ്റ്റ് സ്കൂളിന് ശേഷമായത് വന്നത്. ബുദ്ധിസ്റ്റ് സ്കൂളിൽ ഇത് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് പതഞ്ജലി വരുന്നത്. സാഖ്യം കഴിഞ്ഞിട്ടാണ് യോഗം വരുന്നത്. ഇതിനിടയ്ക്കാണ് ബുദ്ധൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. ഇന്ത്യൻ തിങ്കിങ്ങിനകത്ത് ബുദ്ധൻ്റെ ഒരു പ്രധാന സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പതഞ്ജലി യോഗ സൂത്രത്തിനകത്ത് അഹിംസ ഫസ്റ്റായിട്ടായിട്ട് പറയുന്നത്. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക, നോവിക്കാതിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധ നല്ല ഷാർപ്പായിരുന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് വിട്ടിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. ആസനം ചെയ്യാൻ വല്ല കുഴപ്പമുണ്ടോ? ആസനം ചെയ്യുമ്പോൾ നമ്മളെ ഹർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ അറിയണമല്ലോ. ഈ കാലൊക്കെ പൊക്കി തലയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അകത്തിരിക്കുന്ന സാധനങ്ങളെ എന്തുമാത്രം പീഡിപ്പിക്കുന്നു എന്നതും കൂടെ അറിഞ്ഞിട്ട് വേണമല്ലോ ആ പീഡനം നടത്താനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാലൊക്കെ വളഞ്ഞ് വരികയും ചെയ്യും, ഒരു കുഴപ്പം വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനമാണ്. അല്ലെങ്കിൽ അപകടം ഉണ്ടാകും വഴിയിൽ. പിന്നെ സത്യം എന്ന് അൺആൾട്ടറബിളാണ്. ഏതോ ഒരു മഹാശൂന്യതയിൽ നിന്ന് ഈ പ്രകൃതി ഉൽപ്പത്തിയായി എന്നല്ലേ പറയാൻ പറ്റൂ. വാട്ട് വാസ് ദെയർ ബിഫോർ ദ ബിഗിനിങ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഒന്നുമില്ല അല്ലേ? ബിഫോർ ദ ബിഗിനിങ് ഒന്നുമില്ല, മഹാശൂന്യത. അവിടെ നിന്നാണ് ഈ ശൂന്യവാദം വന്നിരിക്കുന്നത്. ആ മഹാശൂന്യതയിൽ നിന്ന് ഇത് ഉണ്ടാവണമെങ്കിൽ അത് ശൂന്യതയായിരിക്കില്ലല്ലോ, എന്തെങ്കിലും അതിനകത്ത് കാണത്തില്ലേ? അപ്പോൾ ആ ഇൻ്റലിജൻസാണ് ഈ ശൂന്യതയായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയും. അതാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ ആ റൂട്ട് നമ്മൾ കണ്ടിട്ട് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, എപ്പോഴും ആ റൂട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നതിനാണ് സത്യത്തിനെ പ്രാക്ടീസ് ചെയ്യുക. അൺആൾട്ടറബിളായി എന്താണോ ഉള്ളത് അതാണ് സത്യം. അത് എപ്പോഴും അവെയറായിരിക്കുന്നതാണ് നമ്മൾ ട്രൂത്ത്ഫുള്ളായി ജീവിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് പ്രധാനമാണ്. അതൊക്കെ കിട്ടുമ്പോഴാണ് സമാധാനം വരുന്നത്. നമ്മൾ ഈ ട്രൂത്തിനെ സാധാരണഗതിക്ക് പറയുന്നത് ഫാക്റ്റുകൾ എടുത്ത് വെച്ചിട്ടാണ് ട്രൂത്ത് അതായിട്ട് കണക്കാക്കുന്നത്. കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ അവിടെ ഒരുത്തൻ സാധനം എടുത്തുകൊണ്ട് പോയത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് ട്രൂത്ത് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളല്ല, അതൊരു ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ഈ അൺആൾട്ടറബിളായിട്ടുള്ള ബേസാണ്. സർവ്വവ്യവയായി സർവ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, അനങ്ങാതെ നിശ്ചലമായിരിക്കുന്ന ആ പരമമായ സത്യം, അതാണ് സത്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാകണം. സാറന്മാരത് പഠിപ്പിക്കണം. എന്തിനാണ് നിങ്ങൾ ട്രൂത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അവിടെ നിന്നാൽ സമാധാനം കിട്ടും. അങ്ങനെ നിൽക്കുന്നതിനെ ട്രൂത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കണക്കാക്കണം. മറ്റേ കള്ളം പറയാതിരിക്കുന്നതും ആവശ്യമാണ്. കള്ളം പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. എന്താ കോൺഫ്ലിക്റ്റ്? പിടി വീഴുമോ എന്നുള്ള കോൺഫ്ലിക്റ്റ്. വലിയ കാര്യത്തിൽ വാചകമൊക്കെ അടിച്ചിട്ട് ഞാൻ ഇന്നലെ അമേരിക്കയിലായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ആളിനെ എനിക്കറിയാമായിരുന്നു. അയാൾ ഈ വഴിയിൽ നടക്കുന്ന ആളാണ്. അയാൾ ഒരു ദിവസം പറയും ഞാൻ അമേരിക്കയിൽ പോയിരുന്നു. എന്നുവെച്ചാൽ വലിയ കൂടിയ സ്വാമിക്കില്ലേ അവിടെ പോകാൻ പറ്റും. അപ്പോൾ അത് അയാൾ മറന്നു പോകും. ഈ അമേരിക്കയിൽ പോകുന്നെന്ന് പറഞ്ഞത് വേറൊരുത്തിൻ്റെ അടുത്ത് ഫ്രാൻസിൽ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഈ ഫ്രാൻസിൽ പറഞ്ഞവനും അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞവനും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇയാൾ വരുമ്പോൾ ഇയാൾ ഓടിക്കളയും. എന്ത് പറഞ്ഞാൽ ആരുടെ എന്ത് പറഞ്ഞെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ആളാകാൻ വേണ്ടി പറഞ്ഞാൽ ചെറിയൊരു സന്തോഷം. അപ്പോൾ ഇതാണ് ഫാക്റ്റ്. ഡിസ്റ്റോർട്ട് ചെയ്താലും വരും, അസമാധാനം വരും. ആ അസമാധാനത്തിൽ നിൽക്കുന്ന ഒരുത്തിനെ സംബന്ധിച്ച് അയാൾക്ക് ഈ വഴിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രൂത്ത് ഫോളോ ചെയ്യണം. അപ്പോൾ ഫാക്ട്സും നമ്മൾ ഫാക്റ്റായിട്ട് തന്നെ കാണണം, ഫാക്റ്റായിട്ട് തന്നെ പറയണം, ആൾട്ടർ ചെയ്ത് പറയാതിരിക്കണം.
പരമമായ ട്രൂത്തിനെ, സത്യത്തിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് സത്യം എന്നറിയണം. എന്നിട്ട് അതിലേക്ക് മനസ്സ് നട്ടിരിക്കണം. അപ്പോൾ പ്രാക്ടീസായി. അഹിംസയും സത്യവും. അസ്തേയം, ഓണസ്റ്റി, നോൺ സ്റ്റീലിംഗ് എന്ന് പറയും. അപ്പം നമ്മുടെ ഇതാണ് ഈ പ്രകൃതി മുഴുവനും, എല്ലാവരുടെയുമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ആയിരിക്കുക അയാളുടെ കയ്യിലിരിക്കുന്ന സാധനം അയാൾ കാണാതെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ബാഡ് ഒരു ഇൻറ്റൻഷനോടുകൂടി അയാളുടെ കയ്യിലിരിക്കുന്നതിന് അയാളെ ഡിസ്പോസസ് ചെയ്തിട്ട് നമുക്കെടുത്ത് നമ്മുടേതാക്കി വയ്ക്കാം എന്ന് ഒരാൾ വിചാരിക്കുന്നെങ്കിൽ അയാൾ ഡിസോണസ്റ്റ് ഇൻറ്റൻഷനോടുകൂടി ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അയാളെ കണ്ടുപിടിക്കപ്പെടുമോ എന്ന പ്രശ്നം അയാളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് രാത്രിയൊക്കെ പോയി ഇത് ചെയ്യുന്നത്. ഇരുട്ടത്ത് ചെയ്താൽ ആരും കാണത്തില്ലല്ലോ. അപ്പോൾ ഈ ഉള്ളിൽ ഇരുട്ടങ്ങനെ കയറും. നമ്മൾ ഇരുട്ടത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് ഉള്ളിൽ ഇരുട്ട് കൊണ്ട് നിറയ്ക്കും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രകാശം നമുക്ക് അറിയത്തില്ല എന്താണ് പ്രകാശം. അറിവ്, ജ്ഞാനം, പ്രകാശം എന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ് നമ്മുടെ സത്വ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് കടക്കാൻ പറ്റത്തില്ല. അപ്പം സഫറിങ് അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സഫറിങ് നിന്ന് പുറത്തിറങ്ങി വരാനാണ് സാഖ്യ ഫിലോസഫി അദ്ദേഹം ഉണ്ടാക്കിയത്. ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തിറങ്ങി വരാം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കപില മഹർഷി സാഖ്യ ഫിലോസഫി ഉണ്ടാക്കിയത്. അതിന് ശേഷമാണ് യോഗം വരുന്നത്. അപ്പോൾ ആ യോഗത്തിൻ്റെ ബേസിക്ക് നമ്മൾ കണ്ടു. ഇപ്പോൾ അഹിംസ കണ്ടു, സത്യം കണ്ടു, അസ്തേയം കണ്ടു, ഓണസ്റ്റി അല്ലെങ്കിൽ നോൺ സ്റ്റീലിംഗ് എന്നും പറയും. പിന്നെ ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മം മഹാശൂന്യതയാണ്. അതുകൊണ്ട് അതിൽ ചരിക്കാനൊന്നും പറ്റത്തില്ല. അതായിരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവയർനെസ്സിൽ ബ്രഹ്മത്തിൽ നിൽക്കുക. മനസ്സിനെ അന്തസംഘർഷങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ഒരു ശൂന്യ ഇടം പോലും മനസ്സിലില്ലാതെ ഈ സംഘർഷത്തിനുള്ള എലമെൻസ് എല്ലാം ഉണ്ടാക്കി വെച്ച് അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശൂന്യത നമുക്ക് അതിനപ്പുറം നിൽക്കുന്നത് കൊണ്ട് കാണാൻ പറ്റാതായി പോകും. അപ്പോൾ അത് കാണുന്ന ആ അവയർനെസ്സിൽ നിൽക്കണം എന്ന് പറയുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ലേറ്റർ ഇൻ്റർപ്രിട്ടേഷൻസ് ഈ അബയൻസ് ഓഫ് സെക്സ് എന്ന് വന്നു. കാരണം ഈ സെക്സ് എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ട് പെർമിസിബിൾ ലെവലിൽ അല്ലാതെ വിനിയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇമേജിനകത്ത് കൊളാപ്സ് ചെയ്യും. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആളുകൾ അറിയുമോ എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. മാന്യത പോയി എന്ന് പറയുന്നിടത്താണ് ആത്മഹത്യ. ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വെളിയിൽ വന്നാൽ ചത്ത് കളയാം. ഇത്രയും അന്തസംഘർഷം ഉണ്ടാക്കി ജീവനെ തന്നെ തുലാസിലിട്ട് ആട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രവർത്തനം. അതുകൊണ്ട് അവരതിനെ ഈ സെക്സുമായി ബന്ധപ്പെടുത്തി വെച്ചു. ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് അവിടെ നിന്ന് വരാം, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിൽക്കുക എന്നത് പ്രപ്പോസ് ചെയ്തു. അങ്ങനെയാണ് ഈ ബ്രഹ്മചര്യത്തിനെ സെക്സുമായി ബന്ധപ്പെടുത്തിയത്. അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ അവയർനെസ്സിൽ നിൽക്കുക എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരു പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് നോക്കേണ്ടതാണ്. പിന്നെ അപരിഗ്രഹം, നോൺ പൊസഷൻ. അപരിഗ്രഹം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ നമ്മുടെ അവയർനെസ്സിൽ നമ്മളൊരു കൊച്ചു ആളാണ്. ആക്ച്വലി നമ്മളൊരു കൊച്ചാളല്ല, നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ്. നമുക്കത് അറിഞ്ഞൂടാ ഇപ്പോൾ. അപ്പോൾ അറിഞ്ഞൂടാത്തത് കൊണ്ട് നമ്മൾ ആ ഇഗ്നോറൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഷർട്ടാണെന്ന് എനിക്ക് തോന്നിക്കുക. എൻ്റെ ഷർട്ട് തെറ്റുണ്ട് ഒന്നുമില്ല. ഞാൻ പൈസ കൊടുത്തു, ഷർട്ട് ഉണ്ടാക്കി, നല്ല വെള്ള ഷർട്ട്, കുഴപ്പമില്ല, പ്രസൻറ്റബിളാണ് ഈ ഷർട്ട് ഇട്ട, ഒക്കെ പിടിച്ചൊക്കെ ഇട്ട് ഞാൻ സുന്ദരനായിട്ടിരിക്കുക, ആ റോളിൽ കയറി അങ്ങിരിക്കുക. അപ്പോൾ അറിയാതെ തന്നെ ഇതുമായിട്ട് ഞാൻ എൻ്റെ ദേഹത്തിൻ്റെ കവറിലേക്ക് ഞാൻ എന്നെ അറ്റാച്ച് ചെയ്യുന്നു. ദേഹത്തിൽ പോലും അല്ല, ദേഹത്തിൻ്റെ പുറത്തിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ ഞാൻ എന്നെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് മീറ്റിംഗാണ്, നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ വരുമെന്ന് പറഞ്ഞു, ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചു. ഈ റെഡിയാക്കി വെച്ചിരിക്കെ നിങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഷർട്ട് കാണുന്നില്ല. നിങ്ങളിങ്ങനെ എത്തി, എൻ്റെ പരവേശം ഒന്ന് ആലോചിച്ചു. ഇതിട്ടില്ലെങ്കിൽ ഈ ഷൂട്ടിങ് നടക്കില്ലെന്ന് തോന്നി. എനിക്കിതൊന്നും വേണ്ട, ബനിയൻ ഇട്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഈ ബനിയനിൽ ഞാൻ ആകുന്നില്ല, ഈ ജുബയിലേ ഞാൻ ആകുന്നുള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ കണ്ടോ?
ഫാൾസായിട്ട് എന്നെ ഞാനൊരു സാധനം ഇട്ട് തുണിയിട്ട് പൊതിഞ്ഞ് ഞാനെന്ന് ഞാൻ വിശ്വസിപ്പിച്ചിരിക്കുക. ഞാൻ ആ തുണി പൊതിയാനില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ നേക്കഡായി പോകും. അപ്പം എനിക്ക് അന്തസംഘർഷം ഉണ്ടാകണം ഭയങ്കരമായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന് ചാടി, ഇവിടെ പിന്നെ ആരുമില്ല, ചാടിയാലും ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു അന്തസംഘർഷം വരും ഇതിനകത്തും. അപ്പോഴാണ് ആ കാം സ്റ്റേറ്റ് അങ്ങ് പോകും. എന്താണ്, നമ്മൾ ഏതിലോ കയറി പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആ കാം സ്റ്റേറ്റിൽ നിന്ന് വെളിയിലിറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ പൊസഷൻ നിങ്ങൾ എപ്പോൾ വെച്ചാലും സർട്ടൻലി ഇറ്റ് വിൽ ലീഡ് യു ടു സം കൈൻഡ് ഓഫ് സഫറിങ്. അത് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്നിനോടും നമുക്ക് എൻ്റേതാണ് എന്ന ഒരു തോന്നൽ വരുമ്പോൾ അത് നോക്കിയിട്ട് എൻ്റേതായി എന്തെങ്കിലും ഉണ്ടോ ഈ പ്രകൃതിയിൽ. നമ്മളീ കഴിക്കുന്ന ആഹാരം ഒന്നും നമ്മുടേതല്ല. പാവപ്പെട്ട ഈ വൃക്ഷങ്ങൾ കിടന്ന് അഹോരാത്രം പണിഞ്ഞിട്ടാണ് ഈ സാധനം. അതിനകത്ത് നമ്മുടെ എലമെൻ്റുണ്ട്. നമ്മൾ ഇടുന്ന ഉച്ഛ്വാസവായു ഈ ചെടികൾ എടുത്തിട്ട് അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അത് ഫിക്സ് ചെയ്തിട്ട് കാർബൺ അസിമുലേഷൻ എന്ന പ്രോഗ്രാമിലൂടെ അത് ആഹാരം ഉണ്ടാക്കി നമുക്ക് തന്നെ തരുന്നു. നമുക്കും അതിൽ പാർട്ടുണ്ട്. പക്ഷേ അത് നമ്മുടേതല്ല. നമ്മളുടെ മാത്രമായിട്ടത് ഉണ്ടാകത്തില്ല. നമ്മുടേതായി ഈ പ്രകൃതിയിൽ ഒന്നുമേ ഉണ്ടാകത്തില്ല. ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഉള്ളതിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വലിയ കാശിലൊക്കെ കെട്ടി രാജാവായിട്ടിരിക്കാം. നമ്മുടേതല്ല. നമ്മുടേതായി ഇവിടെ ഒന്നുമേ ഇല്ല. എന്നാലും നമ്മുടേതായി ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക കുട്ടിക്കാലത്ത്. നിൻ്റെ പുസ്തകമെല്ലാം നീ ഭംഗിയായിട്ട് സൂക്ഷിക്കണം, ആർക്കും കൊടുക്കണ്ട. പുസ്തകമേ അല്ലെങ്കിൽ വായിക്കാൻ ചോദിച്ചാലും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ നമ്മളെ സോഷ്യലി കണ്ടീഷൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ഐഡിയാസൊക്കെ തന്നിട്ട് നിഷ്കളങ്കരായി ഭൂമിയിൽ പിറന്നു വീണ നമ്മളെ മറ്റൊരു ആൾട്ടേഡ് ജന്തുവാക്കിയിട്ട് മാറ്റുന്നത് ഈ സമൂഹം തന്നെയാണ്. ബേസിക്കലി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ തന്നെ പേരൻസ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന ഒരു കർമ്മമാണ്. തെറ്റ് പറയാൻ ഒക്കില്ല. സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിനെ സ്നേഹമാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ, അതോ ഇത് സ്വാർത്ഥതയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു പൊസസീവ് കണ്ടീഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതിനൊരു എൻക്വയറി ആവശ്യമാണ്. അവിടെയാണ് ഈ നോൺ പൊസഷൻ എന്താണെന്ന് മനസ്സിലാകും. അതല്ലെങ്കിൽ ഈ ബേസിക് ഡ്രൈവ് നമ്മളിലുണ്ടാവും, എൻ്റേതായി പിടിച്ചു വയ്ക്കാനായിട്ട്. അതിനെ റീഅഫേം ചെയ്തൊരു സൊസൈറ്റിയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. നമ്മളങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സോഷ്യൽ കണ്ടീഷനിങ്ങിന് പുറത്തേക്ക് നമുക്ക് ഇറങ്ങി വരാനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം നമുക്ക് വേറൊന്നും അറിയില്ല. അങ്ങനെ ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെട്ടുപോയി തോന്നുന്നു, ചത്തുപോയി എന്നാണ്. കാരണം നമുക്ക് ഒരു അറിവില്ലാത്തൊരു ലോകത്തേക്ക് എടുത്ത് തള്ളുക നമ്മൾ. ഈ അൺനോൺ എന്ന് പറയുന്നതാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അൺനോണിലേക്ക് അപരിചിതമായ സ്ഥലത്തേക്ക് എടുത്ത് എറിയുമ്പോൾ മരണതുല്യമായ വെപ്രാളം വരുന്നതുകൊണ്ടാണ് എന്തിനെങ്കിലും കയറി പിടിച്ച് തൂങ്ങി കിടക്കുന്നത്. കൊച്ചു കാര്യമല്ലാത്ത എന്ത് കിട്ടിയാലും അള്ളിക്കൊണ്ടിരിക്കും, അതിൽ തന്നെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് അത് മാത്രമായി അങ്ങനെ ഒരു വവ്വാലായിട്ട് അതിൽ തൂങ്ങിക്കിടക്കണം. ലോകം നമുക്ക് അന്യമായി പുറത്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പതഞ്ജലി മഹർഷി ഇതിനകത്ത് വരുന്ന പതഞ്ജലി മഹർഷി ഈ അപരിഗ്രഹത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് ആ പോയിൻ്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ യോഗം ചെയ്തുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഫിസിക്കലായിട്ട് ചെയ്യാൻ നല്ല ഗുണം അത് കിട്ടും, ആരോഗ്യമൊക്കെ കിട്ടും. ഒരൊറ്റ ഏങ്ങലിൽ ഈ ആരോഗ്യം പോവുകയും ചെയ്യും. ഈ സാധനം എല്ലാം കൂടെ പോയെന്ന് പറയില്ലേ, അയ്യോ കള്ളം കയറി എല്ലാം അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൽ അപ്പോഴേ ചത്തുപോകും. ആസനമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പം ആൾ ചത്തുപോയി. എന്താ കാര്യം? ഹാർട്ട് അറ്റാക്കാണ്. എന്ത് പറ്റി? കള്ളം കയറി. ഇത് സാമാന്യ ജീവിതത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ബേസ് ഉറയ്ക്കാതെ നമുക്കിതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. വലിയ കാരുണ്യവാന്മാരായ ആചാര്യന്മാർ ചെയ്തു വെച്ച കാര്യമാണിത്. സ്നേഹം മാത്രം കൊണ്ട് ചെയ്തതാണ്. എന്നെപ്പോലെ തന്നെ നീ സമാധാനത്തിലോട്ട് ഇറങ്ങില്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് ഇത്ര അറിഞ്ഞു പോയി ഞാൻ. അതുകൊണ്ട് നിന്നും കൂടെ അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല.
അതുകൊണ്ടാണ് ഇതിൻ്റെ അവസാനം ശാന്തി മന്ത്രം എഴുതി വെച്ചിരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത്രയൊക്കെ പറഞ്ഞു പോയി, ഇനി ഞാൻ ഒന്ന് സമാധാനിച്ചിരുന്നോട്ടെ. ഏത് പ്രയറിൻ്റെ അവസാനം ശാന്തി മന്ത്രമാണ് എന്നുവെച്ചാൽ നമ്മുടെ ജീവശക്തിയെ എടുത്തിട്ട് വിട്ടിട്ട് അലട്ടിയിട്ടാണ് ഈ ഊലുത്തി അതിനെ എന്നിട്ട് ശബ്ദരൂപത്തിൽ ഈ സാധനം പുറത്തേക്ക് കണ്ണിലൂടെ കാതിലൂടെ കയ്യിലൂടെ ഒക്കെ ഈ സംഗതി പുറത്തേക്ക് പ്രപഞ്ചത്തിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി എടുത്തിടുക. എന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇവൻ മാറുന്നുണ്ടോ. അപ്പോൾ ഒരു 4 വാക്ക് എഴുതി കൊടുത്തിട്ട് അങ്ങ് പഠിച്ചോളാൻ പറയുന്നതല്ലല്ലോ. നമ്മുടെ ജീവൻ മുഴുവനും അതിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റമുണ്ടോ. ആ സ്നേഹബുദ്ധിയാൽ അതിന് വേണ്ടുന്ന ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ജീവനെ അതിലേക്ക് ഇട്ടിട്ട് ആ ആളിനെ ട്രാൻസ്ഫോം ചെയ്യുക. ഇതിനെയാണ് ശക്തിപാതം എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഒന്നും എത്തൂല എന്ന് കാണുമ്പോഴത്തേക്കും എന്നാൽ യോഗ്യതയും ഉണ്ട് എങ്കിൽ പിന്നെ നമ്മുടെ ശക്തി അവിടെ ഇരിക്കട്ടെ, നമ്മൾ പോകാം. ആളിനെ കിട്ടിയിട്ടുണ്ട്, അയാൾ നിൽക്കട്ടെ, എല്ലാം അവിടെ കൊടുത്ത് നിറച്ചിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ വാങ്ങാം. അല്ലെങ്കിൽ ഈ ഹെവി ലോഡ് എടുത്തുകൊണ്ട് അയക്കിരിക്കാൻ പറ്റത്തില്ല. വിട്ടു പോകണമല്ലോ, ശരീരം വിടണം. അതിന് മുമ്പേ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ശക്തിപാത മഹായോഗം എന്ന് പറയും. കുണ്ടലിനി യോഗത്തിന് കുണ്ടലിനി യോഗം രാജയോഗമാണ്. രാജയോഗ പദ്ധതിയിലാണ് കുണ്ടലിനി യോഗം ഇരിക്കുന്നത്. ഈ ഗുരുവിൻ്റെ ശക്തി അതിലേക്ക് പതിപ്പിച്ചിട്ട് അത് ഉറപ്പിച്ച് അവിടെ വെച്ചിട്ട് അതിൽ ആൾട്ടർ ചെയ്യാനേ പറ്റാത്ത രീതിയിൽ ഉറപ്പിച്ചിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി അതിനകത്തിരിക്കുക ഇപ്പം സങ്കല്പം കൊണ്ട്. അപ്പോൾ ഈ പോസിബിലിറ്റി ആണ് ഇതിനകത്ത് നോക്കുന്നത്. അങ്ങനെയുള്ള വലിയ അപാര സാധ്യത ഇരിക്കുക നമ്മളൊരു കൊച്ചു പിടിയും പിടിച്ച് അതാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാമല്ലോ. സുഖമായിട്ട് നിന്ന് കൊച്ചായിരുന്നോ. എല്ലാവർക്കും വലിയ ആളാകാൻ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ കൊച്ചായിരിക്കുമ്പം പ്രശ്നം അല്ലേ. കൊച്ചായിരിക്കുമ്പം പ്രശ്നം. കൊച്ചായിരുന്നാൽ സുഖമായിട്ടിരിക്കുക, ഒരു പ്രശ്നമില്ലാതിരിക്കുക. പക്ഷെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ നോൺ പൊസഷനെ കുറിച്ചാണ്. അപരിഗ്രഹം. ഈ അപരിഗ്രഹത്തിനകത്ത് അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഏത് കണ്ടാലും അതായിട്ട് ഒട്ടാനായിട്ട് തോന്നിക്കും. തെറ്റൊന്നുമില്ല, ഈ ഒട്ടുന്നതിൽ തെറ്റില്ല. തെറ്റുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതുമായിട്ടാണ് നമ്മൾ ഒട്ടുന്നത്? സുന്ദരമായ എന്തെങ്കിലും കണ്ടാൽ അതുമായിട്ട് ഒട്ടും, ഗുണകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ അതിൽ കയറി ഒട്ടും. അപ്പോൾ ഇതൊക്കെ മോശമല്ല, നല്ല കാര്യങ്ങളാണ്, സന്തോഷത്തിന് വേണ്ടിയുള്ള ഒട്ടലാണ്. പക്ഷേ ഇത് ഒട്ടി അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ഈ പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ ഈ ഒട്ടിക്കിടക്കുന്നതുകൊണ്ട് പോകാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരു വലിയ തടാകത്തിൽ നടുക്കൊരു വലിയ താമര ഇരിക്കുന്നു. ആ ഒരേ ഒരു താമരയാണ് ആ നാട്ടിൽ. ദൂരെ നിന്ന് കുളത്തിൽ നിന്ന് ഇങ്ങനെ കാണുക, കരയിൽ നിന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ എന്താണ് ഞാൻ ദൂരെ നോക്കി വന്നപ്പോഴത്തേക്കും കൊള്ളാം, അടുത്ത് പോയി നോക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു തുരുത്തിൽ നിൽക്കുക. ഇവിടെ നിന്ന് ചാടി നീന്തി മുതലയൊക്കെ ഉണ്ട് എങ്കിലും അങ്ങ് ചെന്നു. ഈ മുതലയൊക്കെ വെട്ടിച്ച് അങ്ങ് ചെന്ന് താമരയുടെ കൂടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിഗംഭീരമായ സ്വർഗം, മണം, എന്താണ് ലോലത എല്ലാം ആസ്വദിച്ച് അങ്ങനെ നിന്നിട്ട് വൈകുന്നേരം നേരെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പോൾ ഈ താമരയൊന്നും മുതല കടിച്ചുകൊണ്ട് പോകത്തില്ല, നമ്മളെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് വരാൻ നേരത്തെ താമര വിടാനും വയ്യ, നമുക്കെന്നാൽ ജീവൻ കൊണ്ടിങ്ങി ഇക്കരെ എത്തുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? താമര ഞെട്ട് പൊട്ടിച്ച് കയ്യിലെടുത്ത് ഇങ്ങ് പോരാന്ന് വിചാരിക്കും. സാമാന്യം തോന്നിക്കുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഞെട്ടും പൊട്ടിച്ച് ഈ സാധനത്തിന് ഈ കൊണ്ടുവന്ന് കുപ്പിക്കകത്തിട്ട് പോയി. അത് രാത്രിയാകുമ്പോൾ അത് കൂടും, പിറ്റേ ദിവസം വിടരും, അന്ന് തന്നെ ഏതെല്ലാം കൊഴിയും. അപ്പം ഈ സാധനം പോവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പൊസസീവ്നെസ് വരും. സുന്ദരമായ കാര്യങ്ങൾ കാണുമ്പോൾ പൊസസീവ്നെസ് വരും, അത് ഇൻഹറൻ്റാണ്, അതിലേക്ക് വരും. ആ പൊസസിവിറ്റിയുടെ എൻഡിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാതിരിക്കാം. കിട്ടിയാൽ നമുക്ക് ആസ്വദിക്കാം. കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ ഇനി വേറൊരുത്തനത് കിട്ടുമെന്ന് വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച സാധനം വേറൊരുത്തനെ അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ വേറെ ആരും അറിയില്ല. ഇയാളിരുന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് സഫറിങ് എന്ന് വെച്ചാൽ ജലസി വന്നിട്ട് ഇയാളെ ശ്വാസഗതിയിൽ തെറ്റിപ്പോവുക. ആൾ അസൂയ മരുന്നില്ലാത്ത കാര്യമെന്ന് പറയുമല്ലോ. അസൂയ കൊണ്ട് ഇയാൾക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ട് ഇയാളുടെ ശ്വാസഗതി മാറി, ഹൃദയമിടിപ്പ് കൂടി,
അവിടെ 72 അടി ഈ ബീറ്റാണ് ഒരു മിനിറ്റിൽ അടിക്കാനുള്ളത്. എനിക്കിപ്പോൾ 80ഉം 90ഉം 120 അടിച്ചോണ്ടിരിക്കുക. ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇയാൾ അനുഭവിച്ചിട്ട് ഇയാളെ ആയുസ് കുറഞ്ഞു പോവുക. ഇതാണ് ഈ പൊസസിവിറ്റിയുടെ ഒരു പ്രശ്നം. നമുക്ക് വേണമെന്ന് തോന്നിക്കും, നല്ലതാണ്. പക്ഷേ അത് കുറച്ച് സമയം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, കിട്ടാതിരിക്കും. കിട്ടിയില്ലെങ്കിൽ വിഷമം. ഇനി നമ്മൾ ഉദ്ദേശിച്ച സാധനം വേറൊരാൾ അടിച്ചുകൊണ്ട് പോവുകയും നമുക്ക് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന വളരെ തീവ്രമായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞ ജലസി വരും. അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പോസിബിലിറ്റിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്ന ഈ പൊസസീവ് ഐഡിയ എന്ന് പറയുന്നത് അത് വന്ന സന്ദർഭത്തിൽ തന്നെ അത് നോക്കുകയും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താ സംഭവിക്കണമെന്നുള്ളത് മനസ്സിലാകുമ്പോൾ നമുക്ക് അതിനൊരു ജാള്യത വന്ന് വിട്ടുപോവുകയും ചെയ്യും. ഇത് നോക്കാത്തവൻ അതിനകത്ത് വിട്ടു നിൽക്കുകയും നോക്കുന്നവനിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും. ഒട്ടലില്ലാതെ നിൽക്കാം. അതുണ്ട്, മനോഹരമല്ലേ? ആ ഫ്ലവർ എപ്പോഴും ഉണ്ട്. കുപ്പിക്കകത്താവുമ്പോൾ ആണ് ഇത് പട്ടുപോണത്. അപ്പോൾ അത് അവിടെ തന്നെ എപ്പോഴും ഉണ്ട്. നമ്മൾ തന്നെ കയ്യിലെടുത്ത് കൊണ്ടുവരണമെന്ന് വിചാരിക്കാതിരുന്നാൽ അതവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മാറ്റമാണ് നമുക്ക്, ഈ അറിവ് ഇത് ഉണ്ടായിരിക്കണം ബേസിക്കായിട്ടൊരു യോഗ പഠിക്കുന്ന ഒരാൾക്ക് എന്ന് പതഞ്ജലി മഹർഷി നിഷ്കർഷിച്ചത് അതിനെ തുടർന്ന് വരുന്ന ഉപദ്രവങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ സമാധാനമായി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇത്രയും കാര്യങ്ങൾ. അപ്പം ശൗചം വൃത്തിയായിട്ട് പരിസരമൊക്കെ വെടിപ്പാക്കി വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കൊതുക് വരും, അല്ലെങ്കിൽ നാറ്റം വരും. സമാധാനമായിട്ട് ഇരുന്ന് ബ്രീത്ത് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫൈഡായിട്ട് കിടക്കുകയാണ്. ശ്വാസം വലിച്ച് കയറുമ്പോൾ കയറാൻ പറ്റില്ല, രോഗം കൂടെ കയറും. അതുകൊണ്ട് പരിസരമൊക്കെ വൃത്തിയാക്കി വയ്ക്കണം. അത് പ്രധാനമാണ്. അത് ബേസിക് ഒരു സാധനമാണ്. പിന്നെ പരിസരം മാത്രമല്ല, വീടും വൃത്തിയാക്കി വയ്ക്കണം. പിന്നെ വീട് വൃത്തിയാക്കിയാൽ വീടിൻ്റെ അകത്തിരിക്കുന്ന ആളൊന്ന് വൃത്തിയാവണം. അപ്പോൾ അയാളുടെ ശരീരത്തിനകത്ത് ഒരു വിധം കഴുകി തുടച്ചൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിച്ചാൽ നല്ല ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മുതുക് ചൊറിഞ്ഞാലുള്ളൊരു സ്ഥിതി എന്ന് ചോദിക്കുമോ. നല്ല മെഡിറ്റേറ്ററാണ്, ഭയങ്കരമായിട്ട് കടിക്കുന്നു. ഇങ്ങാർക്കും മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അയാൾ വല്ല ഇപ്പം സാധനം കിട്ടും, ഇങ്ങനെ മാന്തൽ സാധനം ഈ ഷോപ്പുകളിലൊക്കെ കിട്ടും. അത് വാങ്ങിച്ച് മാന്തിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. മെഡിറ്റേഷനൊന്നും പറ്റത്തില്ല. അപ്പം മെഡിറ്റേഷന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി സൂക്ഷിക്കണം. ശൗചം അത് ശരീരത്തിൻ്റെ പുറം വെടിപ്പാക്കണം, ശരീരത്തിൻ്റെ അകവും വെടിപ്പാക്കണം. അപ്പോൾ ആ ശൗചക്രിയകളൊക്കെ ചെയ്യണം. അപ്പോൾ അതും പ്രധാനമാണ് ശൗചം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ സന്തോഷം. അത് കണ്ടൻമെൻറ്റാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. നമുക്കിപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് രസം മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക്. മതി, രസമല്ലേ? നീ രസമല്ലല്ലോ. അപ്പോൾ പിന്നെ ആ രസം കൂട്ടി അങ്ങ് പോകാമെന്ന് വിചാരിക്കുക ചിലപ്പോൾ മനസ്സ് വരില്ല. ഇല്ലായ്മയെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് ആ ഇല്ലായ്മയിൽ അതൃപ്തനായിട്ട് ആ കിട്ടുന്നതിനെ പോലും നശിപ്പിച്ച് അതിനകത്തോട്ടിട്ട് കൊടുക്കും. ഇതല്ലാതെ മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് അതിനകത്ത്. അതിതാണ്, ഇപ്പം ഇത്രയേ ഉള്ളൂ, അതിൽ തൃപ്തി അടയുക എന്ന് പറയും. ആ പോസിബിലിറ്റി ഉണ്ട്. ആക്ച്വലി ട്രെയിൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടാത്തതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, കിട്ടത്തുമില്ല. ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണമെന്നാണ്. അതാണ് സന്തോഷം, കണ്ടൻമെൻ്റ് ഉണ്ടാകുക, ഉള്ളതിൽ തൃപ്തി അടയുക. നാളെയെല്ലാം ഇതിൽ കൂടുതലുണ്ടാകും. അപ്പോൾ അതെടുത്തോളാം. ഇന്നിരുന്ന് കരയണ്ട, ഇന്നില്ല, ഇത്രയേ ഉള്ളൂ. ഈ ചില സ്റ്റോറികളാണ് വരുന്നത്, ഞാൻ അങ്ങോട്ട് പോകണില്ല, സമയം വെറുതെ പോകുമെന്ന് വിചാരിച്ചിട്ട്. ബോംബെയിലെ സ്ലമ്മിൽ ഞാൻ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട് കുറച്ച് സമയം. അപ്പോൾ അവിടെ അവരെങ്ങനെയാണ് കണ്ടൻമെൻറ്റ് ഉള്ളവരായിരിക്കുന്നത്. ഒന്നുമില്ലാത്ത മനുഷ്യരാണ്. മോഷണമൊക്കെ തന്നെ ആയിരിക്കും പരിപാടി. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇവർ കൂടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളാണ്. ഉണ്ടായിട്ടല്ല ഈ ആഘോഷം. വൈകുന്നേരത്തെ ഭക്ഷണം നടന്നു, വലിയ ആഘോഷമാണ്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഹ്യൂമൻ മൈൻഡിനകത്തുണ്ട്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വീഡനിലൊക്കെ ആളുകൾ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസ്ഡ് ആയിപ്പോയിട്ട്, എല്ലാവർക്കും കാറുണ്ട്. അന്നിവിടെ കാർ അപൂർവ വസ്തുവാണ്. അപ്പം ഒരു വീട്ടിൽ 3 കാറൊക്കെ ഉണ്ട്. എന്നാൽ ഒരു കാറ് അച്ഛൻ കൊണ്ടുപോകും, ഒരു കാർ അമ്മ കൊണ്ടുപോകും, ഒരു കാർ മോന് കൊണ്ടുപോകണം. അപ്പോൾ 3 കാർ വേണം മിനിമത്തിൽ. അപ്പോൾ ഇത് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അമ്മ റോഡിൽ ഇറക്കാൻ സമ്മതിക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ ഇറക്കാൻ കൊടുത്തില്ല. അപ്പോൾ അടുത്ത കാറ്, കുറച്ചുകൂടെ വലിയ കാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് പൈസ സമാഹരിക്കാൻ വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ബോട്ട് വേണം. ഭയങ്കര സ്റ്റാറ്റസ് സിമ്പലാണ് ബോട്ട്. എല്ലാം ഒരു 2 ലക്ഷം തടാകങ്ങളുണ്ട്. അപ്പം ബോട്ടുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പലുമാണ്. അപ്പോൾ ബോട്ട് ഉണ്ടാക്കാൻ അടുത്ത പരിപാടിയാകും. അപ്പോൾ ബോട്ടുമായി ഇങ്ങനെ പോയി അപ്പോഴത്തേക്കും വയ്യാതായി, വയസ്സ് 80 അപ്പോൾ ഈ ഉണ്ടാക്കി കൂട്ടിയ കാര്യങ്ങളെല്ലാം വീടുകൾക്കകത്തിരിക്കുക. അടുത്ത തലമുറയ്ക്ക് ഇതിൽ ഒന്നിലും ഇൻട്രസ്റ്റുമില്ല. ഈ അപ്പൂപ്പ ഉണ്ടാക്കി വെച്ച സ്കൾപ്ചർ, അയാളുണ്ടാക്കി വെച്ച ഓർണമെൻറ്റ്സ്, ഇയാളുണ്ടാക്കി വെച്ച വിശേഷങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ഇതൊന്നും ആർക്കും വേണ്ട. ഇതെല്ലാം എടുത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പോകാനായിട്ട് ആർക്കും വേണ്ട. ഇതെന്ത് ചെയ്യും? ഇത് കൊടുക്കാതെ ഈ വീട് ആരും എടുത്തുകൊണ്ട് പോകത്തുമില്ല. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇങ്ങനെ വേറെ കമ്പനികളിലൊക്കെ വിളിക്കും, കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം, ഒരുത്തിനെടുക്കും. ആർക്കും വേണ്ടത് വലിയ വാല്യുബിളായി നമ്മൾ ഉണ്ടാക്കിയ കാര്യമാണ്. ഈ കാര്യം ആർക്കും അടുത്ത തലമുറയ്ക്കേ വേണ്ട. അവർക്കിതറിയാം. അതുകൊണ്ട് അവർക്ക് വിഷമമില്ല. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാം വിട്ടിട്ട് പോകും. എന്നിട്ട് 2 മുറിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി അവർ താമസിക്കും. അപ്പോൾ ഇവിടെയുള്ള എസെൻഷ്യലായിട്ട് ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് മക്കൾ വെച്ച് കൊടുക്കും. അപ്പം നോക്കിയാൽ പഴയ വീട് പോലെ തന്നെ ഇരിക്കും. ബാക്കി ആവശ്യമില്ലാത്ത എല്ലാം വീട് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഒന്നുമില്ല, സ്വസ്ഥമായിട്ടിരിക്കാം. അതിനവർ മൈൻഡ് പ്രിപ്പയർഡാണ്. പക്ഷേ ആ പ്രിപ്പറേഷൻ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെ അമാസ് ചെയ്തുകൊണ്ടിരുന്ന് അതിനകത്ത് പെട്ട് ജീവിതം ബുദ്ധിമുട്ടായിട്ട് മാറും. അതാണ് ഈ കണ്ടൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതിൽ തൃപ്തി അടയാനായിട്ട് നമ്മൾ ശീലിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ തൃപ്തി വരത്തേ ഇല്ല. അതില്ലാത്തടത്തോളം യോഗം നോക്കണ്ട. അതുകൊണ്ടാണ് ഇത് പ്രധാന കാര്യം. ശൗചം, സന്തോഷം, പിന്നെ തപസ്. തപസ് എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഹീറ്റിംഗ് അപ്പം എന്നാണ്, കുക്കിംഗ് എന്നാണ്. തപം ചെയ്യുക എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഈ നമ്മുടെ ഇന്നർ സിസ്റ്റത്തിനകത്ത് നമ്മൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഹീറ്റിൻ്റെ ഒരു വേരിയേഷൻ വരും. ആഗ്രഹം വരുമ്പം മാറും, മര്യാദയ്ക്ക് കിടന്നുറങ്ങുമ്പം മാറും, വേറൊന്നായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ വേറൊന്നായിരിക്കും, ആഹാരത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഹീറ്റായിരിക്കും. അങ്ങനെ നമ്മുടെ സബ്റ്റിൽ ഹീറ്റ്, ലൈഫ് എനർജിയുടെ ആ സെൻസേഷനിൽ ഒരുപാട് രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കോൺഫ്ലിക്റ്റ് വന്നാൽ ഉടനെ ചൂടം കയറും. നാഭിയൊക്കെ ചൂടാകും, വയറൊക്കെ ചൂടാകും, കഴുത്തൊക്കെ ചൂടാകും, തലയൊക്കെ പൊട്ടുന്ന പോലെ തോന്നിക്കും, കണ്ണൊക്കെ മുകളിലോട്ട് ചെരുവും. ആ പടം ഇങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. ഒന്നുമില്ല, മര്യാദയ്ക്ക് ഇരിക്കുന്ന ആളാണ്. പക്ഷേ വേറെ ഏതോ ഒരു പഴയ കാര്യം വന്നു, ആരോ പറഞ്ഞ് ഇയാൾ പണ്ട് ചെയ്ത ഒരു രഹസ്യം ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്, പേപ്പറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇയാൾ ഹാർട്ട് അറ്റാക്കിന് അടുത്തെത്തും. ഇപ്പോൾ പഴയതല്ലേ, അങ്ങനെ ആയിരുന്നു. സത്യം തന്നെ, ഞാൻ തന്നെ ലോകത്തോട്ട് വിളിച്ച് പറയാൻ തോന്നിക്കത്തില്ലല്ലോ, ഇമേജ് കൊളാപ്സ് ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന അന്തസംഘർഷത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഹീറ്റ് നമ്മളെ കൊല ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറും. നമ്മൾ ദ്രവിപ്പിച്ച് കളയും, നമ്മളെ ഇതാക്കി കളയും, കത്തിച്ച് കളയും. അപ്പോൾ ഈ ഹീറ്റിനെ, ജീവൻ്റെ ശക്തിയെ നമ്മൾ സമമായി നിലനിർത്താനായിട്ട് നമുക്ക് ട്രെയിനിങ് വേണം. അപ്പോൾ ആ ഹീറ്റ് നോക്കിയിരിക്കുകയാണ് നമ്മൾ. അന്തസംഘർഷം വന്നാൽ അപ്പോൾ തന്നെ അറിയും. അത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് സെറ്റിൽ ചെയ്യും, പഴയ ഹീറ്റായിട്ട് നിൽക്കും. ജീവനെ സാമാന്യമായി നിലനിർത്തുന്ന സ്ഥലത്തേക്ക് ആ ഹീറ്റിനെ അങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിക്കുന്നതിനെ ആണ് നമ്മൾ ഈ പറയുന്ന സാക്രിഫൈസ് എന്ന് പറയുന്നത്. സാക്രിഫിഷ്യൽ ഫയർ ഉണ്ടല്ലോ, നമ്മൾ വലിയ യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, ഇതാണ് യജ്ഞം. നമ്മുടെ ഇന്നർ ഫയറിനകത്തോട്ട് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റിനെ ഫയറിലിട്ടിട്ട് നമ്മൾ ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് മുക്തനാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി എടുത്ത് ജീവിക്കുന്ന ആളിനെയാണ് തപസ്വി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ലാതെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി ആശ്രമം വലുതാക്കാനായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അവസാനം കരിഞ്ഞു പോകും. സ്വാമി അവിടെ കാണും, ആശ്രമം അവിടെ കാണും, സ്വാമി കാണത്തില്ല. ഇതാ പ്രശ്നം. അപ്പോൾ ഇത് നോക്കണ്ടേ? പതഞ്ജലി ആദ്യമേ പറയാണ്, ഇതൊക്കെ നോക്കിക്കോ, നീ അങ്ങോട്ടാണ് പോകണം. അതുകൊണ്ടാണ് അത് ഈ തപസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഒരു മെഡിറ്റേറ്റീവ് ലൈഫിൽ നിൽക്കുക, അവയർനെസ്സോടുകൂടി ഉള്ളിൽ നിൽക്കുന്ന ആ അറിവിൻ്റെ ജ്വാലയെ നമ്മൾ അങ്ങനെ നോക്കി സമമായി നിലനിർത്തുക. അതിനെ തപസ്സെന്ന് പറയും. അല്ലെങ്കിൽ അത് വീടിനെ കത്തിക്കുന്ന ഒരു അപകടകാരിയായ ഒരു സാധനമായിട്ട് മാറും. ഇത് തപസ്. പിന്നെ സ്വാധ്യായം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി.
അപ്പോൾ നമ്മൾ അകത്തോട്ട് നോക്കാതെ നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തോട്ട് നോക്കി പുറത്ത് കുറ്റവും കുറവും കണ്ടുപിടിച്ച് ജീവിക്കാം. പക്ഷേ നമ്മുടെ ഇന്നർ വേൾഡിൽ ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് നോക്കുകയാണ്. എങ്ങനെ നോക്കണമെന്ന് നമുക്കറിയത്തില്ല. പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. അപ്പോൾ അറിവുള്ള ഒരാളിനെ തേടി പിടിച്ച് അയാളുടെ അടുത്ത് ചോദിക്കണം, സാറേ എങ്ങനെയാണ് ഈ അകത്തോട്ട് നോക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് നോക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം അറിയാം, നോക്കിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയും, നീ ഇങ്ങനെയാണ് നോക്കേണ്ടത്, നീ അകത്തോട്ട് നോക്കണം, ആദ്യം ശ്വാസം നോക്കണം, അല്ലെങ്കിൽ നീ മൈൻഡ് നോക്കണം എന്നൊക്കെ പറയുക. അപ്പോൾ അത് മനസ്സിലായി. അതിനെ ശ്രവണം എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു ഗുരുവിനെ നമ്മൾ ശ്രദ്ധിച്ച് പറയുന്നത് അതേപടി കേൾക്കുക, ആ ഇൻഫർമേഷൻ മുഴുവൻ എടുത്ത് മനസ്സിൽ വയ്ക്കുക. നമ്മളെങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കാൻ പകുതി വഴി വെച്ച് നമ്മൾ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. സ്വാമി 2 പ്രാവശ്യം പുതിയ ചോദ്യം ചോദിക്കുക, സ്വാമി ആ സബ്ജക്റ്റ് വിട്ടിട്ട് മര്യാദയ്ക്കിരിക്കും. ഇവൻ കേൾക്കാൻ വന്നവനല്ല, ഇവൻ കേൾക്കാൻ വന്നവനോ പഠിക്കാൻ വന്നവനോ അല്ല, ഇവൻ അവൻ്റെ ഉള്ളിലുള്ള അറിവ് പ്രകാശിപ്പിക്കാൻ വന്നവനാണ്. അപ്പോൾ അതാണ് അവന് വേറൊന്നും കിട്ടത്തില്ല, പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ സ്വാമിക്ക് സമാധാനമായിട്ടിരിക്കും, നീ കുറച്ച് സമാധാനമാകുമ്പം ഞാൻ വല്ലതും പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വസ്ഥമായിട്ട് അങ്ങിരിക്കും. ഇവൻ പൈസയൊക്കെ മുടക്കി ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷേ ഒന്നും കിട്ടാതെ അദ്ദേഹം അതുപോലെ തന്നെ പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ട് അയാൾക്കൊന്നും അറിഞ്ഞൂടാ പറഞ്ഞിട്ട്, അയാൾക്കൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരത്തില്ല. അപ്പോൾ പിന്നെ അവന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് അവസാനം ആലോചിച്ച് അയാളുടെ അടുത്ത് പോയി, ഇയാളുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ ബാക്കി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പക്വതയൊക്കെ വരുമ്പോൾ തിരിച്ച് ഇയാളുടെ അടുത്ത് വരുമ്പോൾ അയാൾ എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാവും. അപ്പം ആ റിസപ്റ്റീവ് പാത്രം ഉണ്ടല്ലോ, അത് പ്രിപ്പയർഡായിരുന്നാലേ ഇതിനകത്തേക്ക് ഈ സാധനം വരുള്ളൂ. അത് ഒഴിഞ്ഞിരിക്കണം, അത് ഒഴിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്ത് പുതിയതൊക്കെ ഇടണം. അവസാനം ഇങ്ങനെ നിറച്ചിറച്ച് വെച്ചിട്ട് അത് എല്ലാത്തിനും കൂടെ കമത്തി തട്ടിയിട്ട് ഫ്രീ ആക്കിയിട്ടിരിക്കണം. എംറ്റിങ് ദ കപ്പ് എന്ന് പറഞ്ഞ ഐഡിയ അതാണ്. ബുദ്ധിസ്റ്റ് ട്രഡീഷണൽ സെന്നിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, അകത്തോട്ട് നോക്കണം, ശ്രവണം, അവർ പറയുന്നത് പൂർണ്ണമായി കേൾക്കുക, പിന്നെ മനനം ചെയ്യുക. നമ്മൾ പകുതി വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ മനനം തുടങ്ങും. ഇത് പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പോയിൻ്റാണ്. ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനനം സ്റ്റാർട്ട് ചെയ്യും. അതല്ല, പറയുന്നത് മുഴുവൻ കേട്ട് കണ്ടൻറ്റ് മുഴുവൻ അകത്ത് വന്നതിന് ശേഷം മനനം ചെയ്യാൻ തുടങ്ങണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കണ്ടൻറ്റ് പോകും, കാരണം ശ്രദ്ധ മാറി, അനാലിസിസിലേക്ക് പോയി. അപ്പോൾ കേൾവി നിന്നു, മൈൻഡിലെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, ശ്രവണം. പിന്നെ എല്ലാ കണ്ടൻറ്റും എടുത്തതിന് ശേഷം മനനം ചെയ്യണം. മനനം ചെയ്ത് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലായി. സ്വാമി പറഞ്ഞത് ഇതാണ്, എൻ്റെ പ്രശ്നം ഇതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അത് മാനേജ് ചെയ്യാം എന്ന് മനസ്സിലാക്കി വെച്ചു. മാനേജ്മെൻ്റ് ഒന്നും നടക്കില്ല, പഴയപടി അങ്ങ് പോയിക്കോളും. എല്ലാം അറിയാമല്ലോ, അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ട്, നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവരും പറഞ്ഞോളൂ. അറിയാം എല്ലാവർക്കും, കാര്യം നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിധിധ്യാസനം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത്രയും കാര്യങ്ങൾ ചേർന്നാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ആ പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം ഈ അറിഞ്ഞ അറിവിൽ അനുഭൂതി ഉണ്ടാകത്തില്ല. അറിവുമായി ഒന്നിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. വയസ്സായി മാറും, കാരണം ആ അനുഭവത്തിൽ ആ അനുഭവം ലയിച്ച് തൃപ്തിയായി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇത് നമുക്ക് ആ സെറ്റ് ഓഫ് ഒരു പാറ്റേൺ മൈൻഡിന് ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്വാധ്യായം. ഇനി ഇതും കഴിഞ്ഞിട്ട് ഇനി ബാക്കി വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാമൊക്കെ ആയി, പേസൊക്കെ ആയി, പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിടിയിലില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ പലതും ഉണ്ടാക്കിയെടുക്കാം, മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാം മറ്റേ പാല മുറിഞ്ഞ് നമ്മൾ വഴിയിലായിപ്പോയി. വലിയ ഒപ്പറളം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ മുറിഞ്ഞ് പോയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല, എന്ത് ചെയ്യും? സ്പിരിച്വാലിറ്റി അന്വേഷിച്ച് ഇറങ്ങിയതുമാണ്. കയ്യിലുള്ള പൈസ തീരുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയ ഭക്ഷണമൊക്കെ അവിടെ കിട്ടും, ബാക്കിയുള്ള അറിവ് നടക്കും. പക്ഷേ ഇപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ നിവൃത്തിയില്ല, പെട്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അസമാധാനമായിട്ട് ഇക്കരെ ഇരിക്കുക അദ്ദേഹം. ഇതെങ്ങനെയെങ്കിലും ഭഗവാനെ ഒപ്പിച്ചേരണം അറിയാതെ പറയാം. അതുവരെ ഭഗവാനൊന്നും ചിലപ്പോൾ വന്ന് കാണത്തില്ല. പെട്ടെന്ന് ഭഗവാൻ ജീവൻ അപകടപ്പെടുമ്പോൾ ഭഗവാനെ എന്ന് വിളിക്കുക. അത് ആരും പഠിപ്പിച്ചൊന്നും തരണ്ട, അറിയാതെ വിളിക്കും. നമ്മുടെ ഈ മമത എങ്ങനെ കിടക്കുകയാണ് ഈ ശരീരമായിട്ട്,
അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇത് അപകടപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ഈ വിളിയുണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിളിയാണ്. ഇതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. നമ്മുടെ കൈക്ക് നിൽക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്, മിക്കവാറും എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സമാധാനമില്ലാതെ ഈ വെപ്രാളത്തിലിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ ഇതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള ഇൻ്റലിജൻസിലേക്ക് ഞാൻ സമർപ്പിച്ചിട്ട് നിൽക്കുന്നത്, എന്താണ് നിനക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുക, സമർപ്പണം, ത്യാഗമായിട്ട് അത് ബാക്കിയെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് സമർപ്പിക്കുക. ഇതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ഇത്രയും കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെന്ന അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത് ബേസിക് സാധനം. യമം, നിയമം, അഹിംസ, സത്യ, അസ്ഥേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ, യമ. പിന്നെ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രണിധാനം. ഇത്രയും കാര്യങ്ങളാണ് നിയമം. ഈ ബേസ് ഉറയ്ക്കാതെ നമുക്ക് ഈ വഴിയിൽ ഇറങ്ങി സഞ്ചരിച്ചാൽ നമുക്ക് ഉറപ്പില്ല എവിടെയെങ്കിലും എത്തും. അതുകൊണ്ട് ഇത് പ്രധാനമാണ്. ഇത് നമ്മൾ ഹഠയോഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതില്ല. ഈ രാജയോഗത്തിൽ ഇത് പ്രധാനമാണ്. ഹഠയോഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യം പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇയർ ആഫ്റ്റർ ഇയർ ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ട് വരുന്ന പോലെ സ്പിരിച്വാലിറ്റിയിൽ മാറ്റം വരിക. ഒരു കാലഘട്ടം വന്നപ്പോൾ ഈ പറയുന്ന യമനിയമാദികളില്ലാത്തവരെ ഗുരുക്കന്മാർ പഠിപ്പിക്കാതെയായി. കാരണം പ്രയോജനമില്ലാത്ത കാര്യമായി മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ശാസ്ത്രമേ വഴിയിൽ നിൽക്കുമെന്ന കണ്ടീഷനിൽ എത്തി. അറിയാവുന്ന മാസ്റ്ററങ്ങ് പോയാൽ അത് തീർന്നു. അപ്പം ഈ ആ വഴിയിൽ വന്ന കുറച്ച് ആചാര്യന്മാർ, സ്വാമി സാത്മാരാമൻ എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്യം നീക്കുമല്ലോ, ശാസ്ത്രമേ അന്യം നിന്ന് പോകും എന്നൊരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇതവിടെ ഇരിക്കട്ട്, നമുക്ക് ഇവരുടെ ശരീരമൊക്കെ ഒന്നുകൊണ്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ഈ ദാനം കൊടുക്കാം, ആസനത്തിലേക്ക് അങ്ങ് കയറാം, ഇതൊക്കെ പിന്നെ വന്നോളൂ. ഇത് നിലനിർത്താനും ഇതിനെ ഒരു വഴി തെളിക്കാനും വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു മോഡിഫൈഡ് വെർഷൻ ഉണ്ടാക്കി. ഇതാണ് ഹഠയോഗം. ഹഠയോഗത്തിനകത്ത് ഈ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസാണ്, ഷഡ്ക്രിയാസ് ആണ് ഇതിന് പകരം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നോളൂ, ഇത് ഇഗ്നോർ ചെയ്യുകയല്ല, ഇത് വന്നോളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഇറങ്ങിക്കോ, ഷഡ്ക്രിയ ചെയ്ത് ബോഡിയെല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് ശൗചം, ഈ പറഞ്ഞ ധൗതി, വസ്തി, നൗളി, കപാലഭാതി, ത്രാടകം എന്നൊക്കെ പറഞ്ഞിട്ട് 6 കർമ്മങ്ങളാണ്. അത് ചെയ്ത് ബോഡിയെ പ്യൂറാക്കിക്കൊണ്ട് ആസനത്തിലേക്ക് ഇറങ്ങുക എന്നാണ്. അപ്പോൾ അതൊരു സ്കീമാണ്, ഒരു പ്രൊട്ടക്റ്റീവ് സ്കീമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. കാരണം മറ്റോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് അതുകൊണ്ടാകത്തില്ല, ഇതിട്ട് പഠിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ മോഡിഫിക്കേഷൻ നമ്മുടെ ഈ ചരിത്രത്തിൽ, ഈ യോഗയുടെ ചരിത്രത്തിൽ പലതും വന്നതാണ്. അതിപ്പോൾ ഒരുപാടൊക്കെ ആയി. ഈ മോഡേൺ കാലത്ത് ഒരുപാട് ഹാർട്ട് യോഗം ഇങ്ങനെയൊക്കെ പലതും വന്നിട്ടുണ്ട്. അത് പോട്ടെ. എന്നിട്ട് ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ബേസായാൽ നമ്മൾ നല്ല കണ്ടീഷനിലാണ് മുമ്പോട്ട് പോകാനായിട്ട്, പാത്രം ശുദ്ധമായി. അപ്പോഴാണ് ഈ ആസനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് നമുക്ക് പിരിമുറുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പിരിമുറുക്കത്തിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഫറ്റീഗാണ്. സ്ട്രെസ്സിൻ്റെ കൗണ്ടർ പാർട്ട് ഫറ്റീഗാണ്, ക്ഷീണം. എല്ലാം വലിഞ്ഞു മുറുകി ക്ഷീണമാണ്. അപ്പോൾ ഈ ക്ഷീണം ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു പ്രചോദനം കിട്ടത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല, അതിനുള്ള കെൽപ്പില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ആ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സിനെ എടുത്തു കളയുന്നതിന് വേണ്ടി ഡിവൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് ആസനം എന്ന് പറയുന്നത്. ബോഡിയെ നമ്മൾ ഫ്ലെക്സിബിളാക്കി പണ്ട് ചെന്ന കുട്ടിയുടെ ശരീരം പോലെ ആക്കി മാറ്റുക. ഇങ്ങോട്ട് ഇറങ്ങി വന്ന കുട്ടിക്ക് അത്രയും ഫ്ലെക്സിബിളാണ്. ആ കുട്ടിയാണ് ഇപ്പം ഒന്ന് ചമ്പറം പടിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് യോഗ ക്ലാസ്സിൽ. കാൽ രണ്ടോ ആകാശം മുട്ടിയൊക്കെ ഇരിക്കും, മുട്ടൊക്കെ അങ്ങോട്ടിരിക്കും, താഴോട്ടിരിക്കും, വരത്തില്ല. പിന്നെ സാറ് കയറി ചവിട്ടി മറ്റേ കാലം ചവിട്ടി നിലത്ത് കൊള്ളിച്ച ഇവൻ്റെ ജീവനെടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചവിട്ടിക്കൂട്ടി ഈ ആസനം പഠിപ്പിക്കും പലയിടത്തും. അങ്ങനെയൊന്നും അല്ല, സാമാന്യം നോർമൽ രീതിയിൽ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫെറ്റീഗിനെ, മാറിയ കെമിസ്ട്രിയെയും തിരിച്ച് അൺഡു ചെയ്തിട്ട് നോർമലാക്കി എടുക്കുന്ന പ്രോഗ്രാമാണ് യോഗാസന എക്സസൈസുകൾ.
അതിൽ കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനമുണ്ട്, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനമുണ്ട്, കമന്ന് കിടന്ന് ചെയ്യുന്ന ആസനമുണ്ട്, മലന്ന് കിടന്ന, ഇതൊക്കെയാണ് ബുക്കിലുള്ളത്. എനിക്ക് വേറെ പേരിൽ പറയും, ഞാനിപ്പം ചുമ്മാ സംസാര ഭാഷയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലാവും, മറ്റേ പേരൊക്കെ പറഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ കിടക്കുക. പിന്നെ ഇതൊന്നും പോരെങ്കിൽ തല കുത്തനെ നിൽക്കാം, ബാലൻസ് ചെയ്യാം, കൈ കൊണ്ട് ബാലൻസ് ചെയ്യാം, കാലുകൊണ്ട് ബാലൻസ് ചെയ്യാം, പിന്നെ തല കുത്തനെ നിൽക്കാം, ശീർഷാസനം മുതലായ ആസനങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബോഡി നല്ല സർക്കുലേഷനായി ബോഡിയുടെ ഫറ്റീഗൊക്കെ പോയി നല്ല ഉണർന്നിരിക്കുക. ഈ ഉണർന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് പ്രാണൻ ശരീരത്തിൽ ഓടാൻ തുടങ്ങിയിരിക്കുക. ഇനി അത് ക്രമമായിട്ടാണോ ഓടുന്നത്, അതോ അത് അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണോ എന്നുള്ളത് സ്വയം പരീക്ഷിക്കാനും പരിശോധിക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും വേണ്ടി പ്രാണായാമ എക്സസൈസുകൾ ചെയ്യുന്നു. യമം, നിയമം, ആസനം, ഇപ്പോൾ പ്രാണായാമം 4ാമത്തെ സ്റ്റെപ്പാണ്. പ്രാണായാമം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരുപാട് തരം പ്രാണായാമങ്ങളുണ്ട്. ബേസിക്കായിട്ട് നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. കാരണം സ്ലഗിഷ് ആയിരിക്കും ചിലപ്പം ഈ ആൾ ഇത്രയും കാലത്തെ സ്ട്രെസ് അക്യുമുലേഷൻ കൊണ്ട് വളരെ ടയർഡായിട്ടൊക്കെ ഇരിക്കുന്ന ആളായിരിക്കും. എന്നും പറഞ്ഞാൽ അയാൾക്ക് ഇത് പഠിക്കാൻ ഒക്കില്ല എന്നില്ല, അയാളെ പ്രിപ്പയർ ചെയ്തിട്ട് കുറേ കൂടെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രാണായാമങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യ മധ്യാധമ പ്രാണായാമം എന്നൊക്കെ പറഞ്ഞ പ്രാണായാമങ്ങളുണ്ട്. പിന്നെ സ്റ്റിമുലേറ്റിംഗ് പ്രാണായാമങ്ങളുണ്ട്. അത് പ്രാക്ടീസിലുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബേസിക് ബാലൻസ് ഉണ്ടാക്കാനായിട്ട് ബാലൻസിങ് പ്രാണായാമമുണ്ട്. നാഡീശുദ്ധിക്രിയ പോലെയുള്ള പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം പോലെ ചെയ്യുന്ന പ്രാണായാമങ്ങൾ. അത് ചെയ്തിട്ട് ബോഡിയെ ബാലൻസിൽ കൊണ്ടുവന്ന് നിർത്തുക, മനസ്സിനെ ബാലൻസിൽ കൊണ്ടുവന്ന് നിർത്തുക. ആ ബാലൻസ് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഈ പ്രാണനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വിടുക. മനസ്സിലേക്ക് വിടാം, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് വിടാം. ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് പ്രാണിക് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ചില പർപ്പസുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ആ കൺട്രോൾ വരികയാണ്. പ്രാണൻ്റെ മുകളിൽ നമുക്കൊരു ആധിപത്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയുന്നിടത്തേക്ക് പോകും. അതല്ലെങ്കിൽ അത് നമ്മളെയും വലിച്ചുകൊണ്ട് വേറെ വല്ലയിടത്തും കൊണ്ടുപോകും. കൺട്രോളൊന്നും ഇല്ലായിരിക്കും, നല്ല പവർഫുള്ളായിരിക്കും, കൺട്രോളില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സാണ്. ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. കഴിക്കുന്ന ആഹാരം പോയിട്ട് സെല്ലിനകത്ത് പോയിരിക്കും. അത് വളരെ ഈസിലി എന്താണ് പറയുന്നത്, ബ്രേക്കബിൾ കോമ്പൗണ്ട്സായിട്ട് പോയിട്ട് ഇരിക്കും. ഗ്ലൂക്കോസ്, സൂക്രോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറഞ്ഞ് സെല്ലിനകത്ത് പോയിരിക്കും. സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ എടുക്കുന്ന ശ്വാസവും ഈ കഴിച്ച ആഹാരവും കൂടെ മീറ്റ് ചെയ്യും. അത് യോഗമാണ്. ഈ കഴിക്കുന്ന ആഹാരത്തിന് ഈ പ്രകൃതി മുഴുവൻ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ ആഹാരം ഉണ്ടാക്കുന്നത്. നമ്മളിവിടുന്ന ഓരോ ശ്വാസവും ഈ പ്രകൃതിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ എടുത്തിട്ട് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വലിച്ചെടുത്ത് ഭക്ഷണം പാചകം ചെയ്തിട്ട് ഭയങ്കര കളറിലും നിറത്തിലും അട്രാക്റ്റീവായിട്ടുള്ള മണത്തിലും ഒക്കെ ഇതിനെ ഉണ്ടാക്കിയിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന ജീവരാശികൾക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കുന്നത് പോലെ തരുന്നു. അപ്പോൾ ആ സാധനത്തിനെ എടുത്ത് അകത്തോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ഈ പ്രകൃതിയെ ഉടനെ തന്നെ നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി കെട്ടി എടുത്ത് റെഡിയാക്കി ആളായിട്ട് അങ്ങ് നിൽക്കും. ഇവിടെ വെട്ടിത്തൊലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ് രാജാവായിട്ടിരുന്ന് എല്ലാം വെട്ടിത്തൊലച്ചോളാം. ഇതൊക്കെ വൃത്തികെട്ട മരങ്ങൾ ഇതൊന്നും അവിടെ പോകണ്ട, നമ്മൾ വേറെ നട്ടോളാം, ഇപ്പോൾ വെട്ടിക്കളാം. ചെയ്യാൻ പറ്റാത്തൊരു കർമ്മമാണ്. ചെയ്യും, സുഖമായി ചെയ്യും. അപ്പോൾ ആ ഫീലിംഗ് നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി വന്നെങ്കിലേ ഇത് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡ്രോപ്പിൽ ഇറങ്ങി വന്ന ഈ അറിവിൻ്റെ ഒരു കണം, ഈ അറിവിൻ്റെ കണം സ്നേഹവുമായിട്ട് സ്പർശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 അവയർനെസ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രേമം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. ആ പോസിബിലിറ്റി എല്ലാം വിട്ടിട്ട് ഇതിനകത്ത് വല്ലതും കിട്ടുമോ, നല്ല മരം കൊള്ളാമല്ല, 35 അടി പൊക്കമുണ്ട്, ഞാൻ കൊടുത്താൽ ഇത്ര കിട്ടും, എന്നാൽ വെട്ടിയും കൊടുത്തോളാം. നിലനിൽപ്പിനെ നശിപ്പിക്കുക, എന്നിട്ട് ആളായിട്ട് ജീവിക്കുക. എവിടെ പോയെന്ന് ഈ യമനിയമാദികളുണ്ടെങ്കിൽ ഇവനിത് ചെയ്യാൻ പറ്റത്തില്ല. അതില്ലാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നല്ല ആശ്രമം വയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എല്ലാം വെട്ടിയിട്ട് ആശ്രമം വയ്ക്കും. കുഴപ്പമില്ല, സ്വാമിയെ കണ്ടാൽ നല്ല എടുപ്പുണ്ട്, നല്ല ആശ്രമത്തിനാണ് ഇരിക്കുക, നല്ല മരത്തിലും തടിയിലും ഒക്കെ തീർത്തിരിക്കുകയാണ്, ഭയങ്കര ആശ്രമം തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെല്ലാം ഓടിക്കൂടും. അപ്പോൾ അവൾ നല്ല സ്ഥലത്ത് പോയിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. ഇവൻ്റെ ജീവനെ നശിപ്പിച്ചിട്ട് ഇവന് മറ്റേ സ്കെലട്ടനായിട്ട് നിൽക്കുക മറ്റിടം. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മളെ നിലനിർത്തുന്ന, ഇപ്പം ആദ്യമായിട്ടൊരു കുഞ്ഞ് വയറ്റിനകത്തുനിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ, അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അതുവരെയുള്ള സപ്ലൈ അമ്പലിക്കൽ കോടി കൂടെ അമ്മയുടെ സപ്ലൈ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അമ്മയുടെ ആഹാരവും
അമ്മയുടെ പ്രാണനും എല്ലാം കൂടെ ചേർന്ന് എനർജിയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വിട്ടിട്ട് ആദ്യത്തെ കോശത്തിൽ നിന്ന് ഇപ്പോഴുള്ള രൂപമായിട്ട് കുഞ്ഞാക്കി മാറ്റി ആ കുഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ സപ്ലൈ കട്ട് ചെയ്യുകയും ഇപ്പുറത്തെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യില്ലേ മരിച്ചു. ലൈഫ് ഡെത്ത് ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു ശ്വാസം കുഞ്ഞെടുത്തിട്ട് ആ ശ്വാസം പുറത്തേക്ക് വരുമ്പം ഒരു ശബ്ദം ഉണ്ടാവും. ആ ഊമാന്നാണ് ആദ്യ ശ്വാസം. പ്രണവം ഉച്ചരിച്ചുകൊണ്ടേ ആണ് പുറത്ത് ഉച്ഛ്വസിച്ച് വിടുന്നത്. അത് നമുക്കൊന്നും അറിഞ്ഞൂടെങ്കിലും അങ്ങനെയാണ്. നീ സോഴ്സിലേക്ക് നോക്ക്. എല്ലാം ഉണ്ടായ ഉൽപ്പത്തിയായ സത്വരജ തമോ ഗുണങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ 3 ശബ്ദങ്ങൾ. അതാണ് നിൻ്റെ സോഴ്സ്. ഓർത്തോ എന്നും കൂടെ ആ കുട്ടിയെ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരെങ്കിലും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്ത് കൊച്ചിങ്ങനെ ഇറങ്ങി വരിക. ഇറങ്ങി വരുന്ന കൊച്ചിനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ തളർന്ന് കിടക്കുക. എന്നുവെച്ചാൽ വലിയ സ്ട്രഗിളിന് ശേഷം ഒരു റിലീഫിലിങ്ങനെ ഇറങ്ങി വരിക. അമ്മയുടെ വയറ്റത്തോട്ട് ആ കൊച്ചിനെ എടുത്തിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഇഴഞ്ഞ് കയറും. ഈ അമ്പലിക്കൽ കോഡിൻ്റെ നീളം അനുസരിച്ച് അത് വരും. അപ്പോൾ അമ്മയുടെ ബ്രസ്റ്റ് വരെ എത്താനുള്ള നീളമാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചു അവിടെ നിന്ന് ഇഴഞ്ഞ് അമ്മയുടെ വയറ്റിൽ കൂടെയൊക്കെ പതുക്കെ നമ്മൾ വിചാരിക്കും ഈ കൊച്ചിന് അനങ്ങാൻ പറ്റാത്ത ആരോഗ്യമില്ലല്ലോ, ഒരു സ്ട്രെങ്തുമില്ല. ആ സമയത്ത് നോക്കിയാൽ അറിയാം നല്ല സ്ട്രെങ്ത്, ഫ്ലെക്സിബിളാണ്, സ്ട്രെങ്തും ഉണ്ട്. ഈ കണ്ടീഷനാണ് ഒരു യോഗിക്ക് ആവശ്യം. സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അമ്മയുടെ ബ്രസ്റ്റിലോട്ട് എത്തുകയാണ്. അതിനകത്ത് വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അതിനകത്ത് ഇരിക്കുക. കൊച്ചിന് വിശപ്പൊന്നുമില്ല. ഇനി വിശപ്പ് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. എങ്കിലും അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റീവ് നേച്ചർ അനുസരിച്ച് അമ്മയുടെ ബ്രസ്റ്റ് കാണുകയും അതിലേക്ക് പോവുക. അതിനുവേണ്ടി അത് അകത്ത് കിടന്ന് ട്രെയിൻ ചെയ്യുക. ഈ കൊച്ചി ഇങ്ങനെ ഉറിഞ്ചി അകത്ത് കിടക്കുകയാണ്. അപ്പോൾ അതിന് സമാനമായിട്ടൊരു സാധനം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതിൽ നേരെ പോയിട്ട് അത് നോക്കിയിട്ട് അത് സക്ക് ചെയ്യുക. ഇത് സക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്മ എന്തെന്നില്ലാത്ത ഒരു എക്സ്റ്റസിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിലുള്ള ഹാർമോൺസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഈ പ്ലാസൻ്റ അതിനകത്തുനിന്ന് വിടാനുള്ള ഹാർമോൺസ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പ്ലാസൻ്റ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ആഫ്റ്റർ മാത്ത് പുറത്തേക്ക് പോവുകയാണ്. അതല്ലെങ്കിൽ അമ്മ മരിച്ചു പോകും. ഈ പ്രകൃതി ചെയ്തിരിക്കുന്ന അതിവിചിത്രമായ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം അത് ആലോചിച്ചാൽ തന്നെ പെട്ടുപോകും നമ്മൾ. എന്നുവെച്ചാൽ അത്ര ഭയങ്കര ഒരു ഇതാണ് ഈ നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ ഗ്രേസിൽ നിലനിൽക്കുന്ന നമ്മളാണ് കുറച്ചങ്ങോട്ട് കഴിയുമ്പം തലയൊക്കെ കാലൊക്കെ പൊക്കാനൊക്കെ ഇതായി കഴിയുമ്പോൾ പിന്നെ എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ലോകത്തിനെ നോക്കുകയാണ്. ഈ പറഞ്ഞ കുട്ടിയെ ഇങ്ങനെ ഇതെല്ലാം സക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കുക. ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇങ്ങനെ നോക്കുന്ന ആ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കാണാം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്മൻസിറ്റി അതിൻ്റെ നോട്ടത്തിലുണ്ടാകും. ഓരോ പ്രാവശ്യവും കുഞ്ഞ് വിശന്ന് നിൽക്കുമ്പോഴത്തേക്കും അതിന് നിലവിളിച്ചിട്ട് അപ്പം അമ്മയ്ക്കത് മനസ്സിലാകുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു. ആ കുറച്ച് ഒന്ന് സക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വിശപ്പൊന്ന് അടങ്ങുന്നു, ചൂടൊന്ന് മാറുന്നു. ആ മാറുന്ന സമയത്ത് ഇങ്ങനെ അത് വിട്ടിട്ട് പതുക്കെ അമ്മയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കാം. നോക്കിയിട്ട് ചിരിക്കും. ചിരിയൊക്കെ ഉണ്ട്. ആ ചിരിയും പോയി, എല്ലാം പോയി. ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് പാടയെ പോയി. നിങ്ങൾ വല്ല തന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാമെന്നേ. നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിൽ ഇപ്പം പറ്റില്ല എന്ന് സ്നേഹിക്കാൻ. സ്നേഹം ഒരു ബാർഗൈനിൻ്റെ കാര്യമായിട്ട് മാറുക അല്ലേ? തന്നാൽ ഉണ്ട്, ഇല്ല. കച്ചവടം, സ്നേഹ കച്ചവടം. ഇങ്ങനെ സ്നേഹ കച്ചവടം ചെയ്ത് കുറേ കാലം ജീവിക്കുക അവിടെ. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടെ? ഇതാണല്ലോ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. ഇതാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ആ സോഴ്സിൽ കാണാം, സൃഷ്ടിയിൽ കാണാം. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അനുഭവിച്ച് ആ കുട്ടിയുടെ ഈ എന്താണ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയും അതിനപ്പുറമുള്ള ഇന്നർ സ്ട്രെങ്തും ബേസ് ചെയ്തിരിക്കുന്ന സറണ്ടർ, ആ സറണ്ടറോടുകൂടി നമ്മൾ ഈ എക്സസൈസ് എല്ലാം ചെയ്ത് സമർപ്പിതമായി
എക്സസൈസ് ചെയ്ത് ബോഡിയെ പഴയ കണ്ടീഷനിലേക്ക് കുട്ടിയുടേതുപോലെ ലോലമാക്കി മാറ്റുക. ഇപ്പം 2 കാലിൽ എണ്ണിച്ച് നിൽക്കാവുന്ന ശേഷിയുമുണ്ട്, നൈർമല്യവും ലോലതയും നമ്മുടെ ശരീരം. ഇതാണ് ഒരു യോഗിയുടെ ശരീരം. ഇത് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെങ്കിലും അസാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടി ആസനം ചെയ്തെല്ലാം റെഡിയാക്കി പിന്നെ പ്രാണനെ നമ്മൾ നോക്കി, പ്രാണൻ്റെ ഗതിയെ നോക്കി, പ്രാണനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് പഠിക്കുക. നമ്മുടെ ഓരോ വികാരത്തിനും ഇടയിൽ വരുന്ന ബ്രത്തിൻ്റെ വേരിയേഷൻസ് എല്ലാം അറിയാം. ശ്വാസത്തിനകത്ത് നമ്മൾ വലിച്ചുകൊണ്ട് വിടുന്ന ശ്വാസത്തിനകത്ത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് ഏത് എലമെൻ്റാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനുള്ള മാർഗങ്ങളൊക്കെ പഴയ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 ക്വാളിറ്റിയും 5 എലമെൻറ്റ്സ് കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പ്രകൃതിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. സത്വരജ തമോ ഗുണങ്ങളും ആകാശം, വായു, അഗ്നി, ജലം, ആപ്പ്, ജലം, പൃഥ്വി എന്ന് പറഞ്ഞ 5 എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് നമ്മുടെ ഓരോ ശ്വാസത്തിലും അത് ഏത് എലമെൻ്റാണെന്നത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എർത്ത് എലമെൻറ്റ് ഡോമിനൻ്റായി 20 മിനിറ്റ് കാണും. 16 മിനിറ്റ് വാട്ടർ എലമെൻറ്റ് ഡോമിനൻ്റ് ആയിരിക്കും നമ്മുടെ 1 മണിക്കൂർ ബ്രീത്തിങ്ങിൽ. പിന്നെ 12 മിനിറ്റ് ഫയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കും. 8 മിനിറ്റ്സ് എയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കും. 4 മിനിറ്റ് ഈതർ ഡോമിനേറ്റ് ചെയ്തിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും സുഷുമ്ന ബ്രീത്തിങ് എന്ന് പറഞ്ഞൊരു ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആബ്സല്യൂട്ട് റിലാക്സേഷനിലേക്ക് പോകും. അത് മെഡിറ്റേറ്റീവ് ടൈമാണ്. അത് കഴിഞ്ഞ് ഒരു മൂക്ക് ആക്റ്റീവായിരിക്കും. ഈ സമയത്ത് അടുത്ത മൂക്കിലേക്ക് ശ്വാസം മാറും. അവിടെയും ഇതുപോലെ തന്നെ എലമെൻറ്റ്സ് അതിൻ്റെ ഡോമിനേഷൻസ് വരും. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് യോഗശാസ്ത്രത്തിൽ ഇങ്ങനെ. അപ്പം എർത്ത് എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രാഗ്മാറ്റിക് ആയിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും, വലിയ ബിസിനസ്സിലേക്കായിരിക്കും, ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറഞ്ഞ കാര്യത്തിൽ ആയിരിക്കും നമ്മുടെ മോട്ടിവേഷൻസ് എല്ലാം എർത്തിലി ആയിരിക്കും. ആ സമയത്ത് വാട്ടർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഫ്ലെക്സിബിളായിരിക്കും. സെക്സ്, ഫാമിലി, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഫീലിംഗ് പ്രൗഡ് അബൌട്ട് ഓൺ സെൽഫ്, ഐ നോ. ഫ്ലെക്സിബിലിറ്റി ആണ്. അതുകൊണ്ടാണ് വാട്ടർ എലമെൻ്റ് എന്ന് പറയുന്നത്. ഹൈലി ഇമാജിനേറ്റീവ് ആയിരിക്കും, ഹൈലി ക്രിയേറ്റീവ് ആയിരിക്കും. അതാണ് വാട്ടർ എലമെൻറ്റ്. അത് ഈ 16 മിനിറ്റ്സ് അത് ഡോമിനേറ്റ് ചെയ്തിരിക്കും. പിന്നെ ഈ ഫയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കും. ആ ഫയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇൻ്റലക്ച്വലി ഹൈ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റലക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫയറി ആയിട്ട് നിൽക്കും. റോങ് കണ്ടാൽ ഉടനെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് കാര്യം വന്നാലും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ തീരുമാനങ്ങളെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഫയർ എന്ന് പറയുന്നത്. തയ്യാറായി നിൽക്കും. അക്സെപ്റ്റൻസ് ഭയങ്കര പ്രയാസമായിരിക്കും. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഇതിനകത്ത് ചേർന്ന് പോകില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നി ഫയറി ആയിരിക്കും. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് 3ഉം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ എയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ പിടിവാശിയും ഈ ആഹാരത്തിന് വേണ്ടിയുള്ള പടച്ചിലും ഈ സെക്സിന് വേണ്ടിയുള്ള പടച്ചിലും ഇതെല്ലാം തീർന്ന് ഇൻ്റലക്ച്വലായിട്ട് ആളാകാനുള്ള ശ്രമവും എല്ലാം മാറിയിട്ട് കുറച്ച് നേരം ശുദ്ധമായിട്ടിരിക്കും. ഈ നേരത്തിനെയാണ് നമ്മൾ എയർ എലമെൻ്റ് എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് ആയിട്ടിരിക്കും. ഈ പറഞ്ഞ ഈ സ്ഥലം, ഈ എയർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ലവ് ആൻഡ് കമ്പാഷൻ താനേ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിച്ചുകൊണ്ടിരിക്കും. നമ്മളിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് പുറത്തുള്ള ലോകത്തിലേക്ക് പടർന്നു നിൽക്കുന്ന സമയമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈതർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്യും. 4 മിനിറ്റ് ആയിരിക്കും. ആ 4 മിനിറ്റ് മനസ്സ് സെറ്റിലായി വളരെ ശാന്തമായിരിക്കും. ഇതാണ് മെഡിറ്റേറ്റീവ് ടൈം. ഈ സ്കിൽഡായിട്ടുള്ള പ്രാക്ടീഷണർ ഈ 1 മണിക്കൂർ ഇരുന്ന് ഇവിടെ എത്താൻ ശ്രമിക്കാതെ ഇത് വരുമ്പോൾ അവിടെ കയറിയിരിക്കും. അനുഗുണമായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി ഇതിന് അനുഗുണമായി നിൽക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പണ്ടത്തെ ആചാര്യന്മാർ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാം ചെയ്ത് ഒഴിഞ്ഞ് സമാധാനം വരുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാം. ഇതെല്ലാ മണിക്കൂറിലും ഒരു 3-4 മിനിറ്റ് കിട്ടും. അപ്പോൾ ആ സമയത്ത് നോക്കിയിരുന്നിട്ട് ആ സമയത്ത് കണ്ടെടുത്തിരുന്ന മെഡിറ്റേഷൻ ഇമ്മീഡിയറ്റായിട്ട് സാധിക്കും. ഇൻ്റഗ്രേഷൻ ക്ഷിപ്രസാധ്യമാകും. അതാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രാണൻ്റെ സ്റ്റഡിയിൽ ഇതെല്ലാം എലമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, എങ്ങനെയാണ് നടക്കണമെന്ന്. അത് കഴിഞ്ഞാഴ്ച അത് തീർന്നു. അപ്പോൾ കൺട്രോളായി നമ്മളെ സംബന്ധിച്ച് ജീവൻ്റെ ഓട്ടം എല്ലാം കൺട്രോൾഡായിട്ട് ഇരിക്കുക. നമ്മുടെ അവയർനെസ്സിൽ പെട്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നത്. ഇനി മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. മെഡിറ്റേഷനിൽ പോകാൻ തുടങ്ങുമ്പോൾ എന്താണ് ഒരു കാര്യം എന്ന് വെച്ചാൽ, മനസ്സിങ്ങനെ പതറി നിൽക്കുന്ന മനസ്സാണ് കുട്ടിക്കാലം മുതലേ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റേ ചെയ്യുക, കാണുന്നതിലൊക്കെ മനസ്സ് ചാടുക. അങ്ങനെ കുരങ്ങനെ പോലാവുമെന്ന് പറയുമല്ലോ. അങ്ങനെ ഒരു മങ്കി മൈൻഡാണ് നമുക്ക് സാധാരണഗതിക്ക് വന്ന് ഭവിക്കുന്നത്. അപൂർവം ചില ആൾക്കാർക്ക് മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഫോക്കസ് എല്ലാവർക്കും സാധ്യമാണ്, പക്ഷേ അവിടെ ചെയ്യാത്തത് കൊണ്ട് അവിടെ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മൈൻഡിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. ആ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ സെൻസസ് തന്നെയാണ്. ഇങ്ങനെ ഇരുന്ന് വലിയ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ അവിടെ ഒരു തേങ്ങ വീഴുന്നു. എന്താ അവിടെയെന്ന് പറഞ്ഞിട്ട് തേങ്ങ വീണെന്നാണ്. തേങ്ങ വീണാൽ വീഴട്ടെ എന്ന് വിചാരിക്കാൻ ഒക്കത്തില്ല. തേങ്ങ വീണു, നമ്മുടെ തലയിൽ വീഴുമോ എന്നതാണ് പ്രശ്നം. അല്ല, അത് പറമ്പിലാണ് വീണത്, കുഴപ്പമില്ല, ഇനി മെഡിറ്റേറ്റ് ചെയ്യാം. അവിടെയാണ് ഇവിടെ ഒരാനൊക്കെ, അയ്യോ പാമ്പാണ്. ഇങ്ങനെ ഇതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സ് ചാടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സെൻസറി ഇൻപുട്ടാണ് നമ്മളെ കൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു സെൻസറി ഇൻപുട്ട് അകത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും സെൻസ് ഓർഗനിലൂടെ കേൾവിയായിട്ടോ കാഴ്ചയായിട്ടോ ത്വക്കിൽ കൂടെയുള്ള സെൻസേഷനായിട്ടോ ടങ്ങിൽ കൂടെയുള്ള രുചിയായിട്ടോ ഒക്കെ ഈ ചെവി കൂടെയുള്ള കേൾവിയായിട്ടോ അകത്തേക്ക് വരുന്നു. ഇത് വന്ന ഉടനെ തന്നെ അത് പ്രോസസ്സ് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു അനലിറ്റിക്കൽ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ അനാലിസിസ് നടന്ന് അതിൽ നിന്ന് സിന്തസൈസ് ചെയ്ത് റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സമാധാനമായി തൽക്കാലത്തേക്ക്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം വരും, ഞാനിത് അറിഞ്ഞവനാണെന്നൊരു അഹങ്കാരം കൂടെ വരും. നിനക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, പറഞ്ഞ കേട്ടാൽ മതിയെന്ന്. ലോകം മുഴുവൻ ഇയാൾ പറയണത് കേട്ടോളാം. കേട്ടില്ലെങ്കിൽ ഇവരെല്ലാം വിരോധികളുമാകും. ഇങ്ങനെ പോകും. അത് ഈ മെയിൻ ട്രാക്കിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻസറി ഇൻപുട്ട് എടുക്കുന്ന ഈ നമ്മുടെ ഈ സെൻസറി സിസ്റ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടിയുണ്ട്. അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ്. മൈൻഡ് ചാടി പുറത്തേക്ക് പോകുന്ന മൈൻഡിനെ തിരിച്ച് പിടിച്ച് അകത്തേക്ക് ഇരുത്തുക എന്ന് പറയുന്നതാണ്. അതിന് വളരെ ഏജ് ഓൾഡ് പ്രാക്ടീസുകളുണ്ട്. ഏതാണ്ട് 3000 വർഷത്തിന് മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസുകളൊക്കെ പ്രത്യാഹാരത്തിലുണ്ട്. സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്ത് പുറത്തേക്ക് സെൻസ് ചാടാതെ അകത്തേക്ക് ഒതുക്കി വയ്ക്കുക. അപ്പം പിന്നെ പുതിയ പരിപാടികളൊന്നും വരുന്നില്ല, അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ധ്യാനം എന്ന് പറയുന്നത്. മൈൻഡിൻ്റെ നാച്ചുറൽ ടെൻഡൻസി ചാടുക എന്നുള്ളതാണ്. ഒരിടത്ത് നിൽക്കാൻ ഒക്കത്തില്ല, അതിന് ചാടിപ്പോകണം. എന്നാൽ വന്നപ്പോൾ ഓരോന്നും നോക്കി മനസ്സിലാക്കാൻ നിന്നിരുന്ന ഒരു കുട്ടി ഇപ്പം മുതിർന്നപ്പോഴത്തേക്കും ഒന്നിലും നിൽക്കാതെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനായി മാറി. അപ്പോൾ ഇവനെ പഴയ കണ്ടീഷനിൽ കൊണ്ടുവന്ന് എത്തിക്കണ്ടേ, സമാധാനമാണെങ്കിൽ. അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഉദ്ദേശിച്ച സമാധാനത്തിലേക്ക് എത്തത്തില്ല. ഇതൊരു സമാധാനത്തിൻ്റെ വഴിയായതുകൊണ്ട് അത് ചെയ്തേ പറ്റും. അപ്പം നമ്മൾ കോൺസെൻട്രേഷന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷനാണ്. ഒരുപാട് ഡിസ്ട്രാക്റ്റീവ് ടെൻഡൻസീസ് നമുക്കുണ്ട്, പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെൻഡൻസീസാണ്. അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ റീഫോക്കസിങ് കൊണ്ട് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഒരു ധ്യാന വസ്തുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിലോ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് നിൽക്കുമ്പോൾ അകത്തുനിന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, പുറത്തുനിന്നും വരും. നേരത്തെ വിഡ്രോ ചെയ്തതുകൊണ്ട് ഈ വിഡ്രോയൽ ഓഫ് സെൻസസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അതായത് പ്രത്യാഹാരം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മനസ്സവിടെ നിൽക്കും, പുറത്തുനിന്നൊന്നും വരുന്നില്ല, അകത്തുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷനും ഉണ്ട്. അങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും തിരിച്ച് റീഫോക്കസ് ചെയ്യണം. മനസ്സിനെ തിരിച്ച് പിടിച്ച് ഏത് പോയിൻ്റാണോ അവിടെ കൊണ്ട് വയ്ക്കണം. ഇത് ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ മനസ്സ് എവിടെ നിർത്തിയോ അതിൽ നിൽക്കും. അപ്പോഴാണ് മനസ്സ് പൊട്ടൻ്റ് ആകുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എല്ലാം അത് കാണിക്കാൻ തുടങ്ങും. ആ ഫോക്കസ് ഇല്ലാത്ത ലോകത്തിനിടയിൽ ഫോക്കസ് ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു ദിവ്യനാണെന്നൊക്കെ അങ്ങ് തോന്നി. ദിവ്യനാണ്, കാരണം ഇവന് പറ്റുന്നില്ല, പക്ഷേ ഇവനും അത് പറ്റും. അദ്ദേഹത്തിനും പറ്റും, ഇയാൾക്കും പറ്റും. അയാൾ ട്രെയിൻ ചെയ്തില്ല, ഇയാൾ ട്രെയിൻ ചെയ്തു. അതുകൊണ്ടാണ് ഈ ട്രെയിനിങ്ങിലൂടെ ദീർഘകാല നൈരന്തര്യ സത്കാര അസേവിത ദൃഢഭൂമി എന്ന് പറയും. ദീർഘകാലം നിരന്തരമായി ചെയ്യുന്ന പ്രാക്ടീസ് മനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻ ഉണ്ടാക്കിത്തരും. അവിടെ നിങ്ങൾക്ക് കയറിപ്പോകാം എന്നാണ് പറയും. കണ്ടീഷനാണ്, ആ സ്ഥലത്തെത്തുന്നില്ല, ഉണ്ടാക്കിത്തരും. അങ്ങനെ നമുക്ക് അതിലേക്ക് കയറിപ്പോകാൻ പറ്റും. അപ്പോൾ ആ റീഫോക്കസ് ചെയ്ത് മനസ്സ് ഒരു പോയിൻറ്റിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദ മൈൻഡ് ടു ദ പോയിൻ്റ് ഓഫ് അറ്റൻഷൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇസ് കോൾഡ് കോൺസെൻട്രേഷൻ. ദീർഘനേരം മനസ്സിനെ ഒരു പോയിൻറ്റിലേക്ക്
നമുക്ക് വിടാൻ പറ്റുമെങ്കിൽ അത് കോൺസെൻട്രേഷനായി. അപ്പോൾ മനസ്സിനൊരു ക്വാളിറ്റി വന്നു കഴിഞ്ഞു. ആ ക്വാളിറ്റി വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇതിന് ഡിസ്ട്രാക്റ്റീവ് ടെൻഡൻസീസ് ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെയും. അപ്പോൾ അതിനെ ആ ടെൻഡൻസിയെ ഒഴിവാക്കുന്നതിനുള്ള സ്ട്രെയിൻ മനസ്സിൽ നിന്ന് മാറും പ്രാക്ടീസ് കൊണ്ട്, ദീർഘകാലത്തെ പ്രാക്ടീസ് കൊണ്ട്. അത് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ വരുന്ന ഒരു കണ്ടീഷനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. Unhindered flow of the mind to the point of attention continuously for a long period of time without effort. അതാണ് ധ്യാനം. നേരത്തെ എഫർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ എഫർട്ടില്ല. എഫേർട്ട്ലെസ് ഫോക്കസിങ് ഇസ് മെഡിറ്റേഷൻ. അപ്പോൾ എഫർട്ട് ഇല്ലാത്തത് കൊണ്ട് ധ്യാനവസ്തു ഉണ്ട്, ധ്യാനിക്കുന്ന ആളുണ്ട്, ധ്യാനം എന്ന പ്രോസസ്സും ഉണ്ട്. ഈ മൂന്നും കൂടെ അങ്ങ് ഒരു ലൈനിലങ്ങാം ആയിട്ട് ഇതെല്ലാം കൂടെ ചുരുങ്ങി ആ ധ്യാന വസ്തുവിലേക്ക് വന്ന് കൊണ്ടു നിൽക്കും. അപ്പോൾ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ആ ധ്യാന വസ്തു മാത്രമേ അവിടെ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ധ്യാന വസ്തുവായി മാറുന്നു, ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം. അങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ ധ്യാന വസ്തുവായി മാറിയിരിക്കുക. അപ്പം സംഭവിക്കുന്നത് എന്താണ്? ഇയാളെന്ന് പറഞ്ഞ വ്യക്തി എടുത്തുകൊണ്ടിരുന്ന ബർഡനൊക്കെ തൽക്കാലം മറന്നു പോയിരിക്കുക. ഞാനൊരാളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ആൾ അവിടെ ഇല്ല. ഇപ്പോൾ ദൈവത്തിനെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ദൈവമുള്ളോട്. ഇതാണ് റിലീഫ് എന്ന് പറയുന്നത്. ഇതൊന്നും സാധിക്കാൻ ഒക്കാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ ആരോ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലെന്നേ അവിടെ. അപ്പോൾ ആ ആളിൽ നിന്നുള്ള ഫ്രീഡമാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. അയാൾ പോയി, പിന്നെ ആരാ ഉള്ളത്? മഹാശൂന്യത മാത്രം. അതിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. അതിനെയാണ് ശിവശക്തി സംയോഗം എന്ന് കുണ്ടലിനി യോഗം പറയുന്നത്. അപ്പോൾ ആ പെർമനൻ്റായിട്ട് അതങ്ങ് നിൽക്കും. അപ്പോൾ അത് ക്ലീൻ സ്ലേറ്റാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ എന്ത് കണ്ടാലും കാണുന്നത് അതേപടി കാണും. അതല്ലെങ്കിൽ കാണുന്നതിനെ ഇയാളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ജഡ്ജ്മെൻ്റ് എടുത്ത് മറ്റൊന്നാക്കി വെച്ചുകൊണ്ടിരിക്കും. അയാൾ അസമാധാനത്തിൽ നിൽക്കുകയും ഈ മറ്റേ ആൾ സമാധാനത്തിലിരിക്കുകയും ചെയ്യും. ഈ പോസിബിലിറ്റിയാണ് യോഗം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതല്ലേ? ഇത് എല്ലാവർക്കും നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ ഇതിന് പകരം നമ്മൾ ഹാർട്ട് യോഗ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനകത്ത് ചൂട് ആക്കിയ മുറിക്കകത്ത് കിടന്ന് ചാടിയാൽ മതിയോ? ചാടി വിയർത്ത് നല്ല അവസ്ഥയിലാവും, തളരും. തളർന്നു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് കിടന്ന് ചാടുമ്പോഴത്തേക്കും മൈൻഡിൻ്റെ എനർജി ഫിസിക്കൽ പ്ലാനിലോട്ട് മാറുന്നതുകൊണ്ട് മൈൻഡ് അങ്ങ് സെറ്റിൽ ചെയ്യും. ട്രിക്ക് ചെയ്യാം, പക്ഷേ നടക്കും. സെറ്റിലായി കുറേ നേരം എക്സാസ്റ്റായിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ എന്തോ കിട്ടിയതുപോലൊക്കെ തോന്നിക്കും. എണ്ണീറ്റ ഉടനെ അവിടെ നിന്ന് എണ്ണീറ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അപ്പം വേല വയ്ക്കാനുള്ള പരിപാടികളൊക്കെ വന്നോളൂ. കാരണം മറ്റ് വാസനകളൊന്നും പോയിട്ടില്ല. അപ്പോൾ ആ വാസനകൾ ബലക്ഷയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം നല്ല 10 മടങ്ങ് ശക്തിയായിട്ട് കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവസാനത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ ത്രിപുടി മുടിയുക എന്നൊക്കെ പറയും. അതായത് ഓബ്ജക്റ്റ്, സബ്ജക്റ്റ്, പ്രോസസ്സ്, ഇത് മൂന്നും കൂടെ ഒരുമിച്ചായി ആ കാര്യം എന്താണെന്ന് കാണുക. അനാലിസിസ് സിന്തസിസിൻ്റെ ബേസിസിലല്ലാതെ ആ കാര്യം അങ്ങനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാം. ഇതാണ് യോഗിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അനാലിസിസ് അല്ല, ബുദ്ധിപരമായ അറിവല്ല. അതുമായി ഒന്നിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു ഭീകരമായ ഒരു സാഹചര്യം അവിടെ നിന്ന് ഡ്രോപ്ഡായി പോകുമ്പോൾ വരുന്ന റിലീസിനെയാണ് മോക്ഷം, മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളിപ്പം മുക്തിയിൽ നിൽക്കുക, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഇയാൾ നോക്കുന്നത് എന്തിനെ കണ്ടാലും അത് മൊത്തത്തിൽ ഫീലിംഗ് ആയിട്ട് അതിനകത്ത് പോകും. അനാലിസിസിൻ്റെ ബേസിസിലല്ല, ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലല്ല, ഫീലിംഗ് ബേസ്ഡ് ആയിട്ട് ഇയാൾ അറിയും. ഇതാണ് അതിൻ്റെ ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളൊരു ഫീലിംഗ് ബീയിങ് ആയിട്ട് നിൽക്കുക. എപ്പോഴും നമ്മളെ ഇനി ഒരാളിലേക്ക് കാണാനും അയാളെ നമ്മളിലേക്ക് കാണാനും ഒന്നും പ്രയാസമില്ല. നമ്മളും അയാളും ഇല്ല, നമ്മൾ ഒന്നാണെന്ന് കാണും. ഈ ഒന്നിക്കലിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ ഒന്നിക്കലിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫാക്റ്റ്. അങ്ങനെ അവിടെ സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ സമയമാവും. സമയമാകുമ്പോൾ ശരി എന്നാൽ കഴിഞ്ഞ്, അപ്പോൾ ഞാൻ നാളെ പോകും കേട്ടോ എന്ന് പറഞ്ഞു. എവിടെ പോകണം? കാശില്ല. കാശില്ലെന്നല്ല, ഞാൻ പോണ്. ഓഹോ, അപ്പോൾ പോവുകയാണ്. എന്താ പറഞ്ഞ അയാൾ? പോകുന്നെന്നാ. അത് എവിടെ പോകുന്നു? കാശിയിലും അല്ല. അപ്പോൾ പിന്നെ
അത് ഞാൻ പോകുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇങ്ങനെ ദേഹം വിടാൻ പോകുമെന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ നേരത്തെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരാളുണ്ടോ? അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ അറിയാം. അപ്പോൾ എന്നാൽ ഇനി പോരട്ടെ, ഇത്രയും കാലം ജീവിച്ചിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കൂട്ടത്തിന്, ആശ്രമത്തിലെ കൂട്ടത്തിന് മനസ്സിലാകുകയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്. നമ്മൾ വിചാരിച്ച വേറെ ആശാന്മാരൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ കയ്യിലൊന്നും അല്ല. ഇങ്ങനെ കൃഷിയും ചെയ്തുകൊണ്ട് നടന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് പോണേ ഗുരുവേ എന്ന് പറയാം. അപ്പോൾ നാളെ ആവട്ടെന്ന്, നാളെ രാവിലെ 8 മണിക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ 8 മണി ആയപ്പോഴത്തേക്കും എല്ലാവരും വന്ന് കൂടിയപ്പം പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞു പോയില്ലേ, നാളെ പറയാം. അപ്പം ഇദ്ദേഹം ഒരു വെട്ടിലായി. ഇങ്ങനെ എല്ലാം പറഞ്ഞ് തീർത്തിട്ട് പോകാൻ പോയ ആളാണ്. ഒന്നും അധികം പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ കൃഷിയും ചെയ്ത് ജീവിച്ച ആളാണ്. ബാക്കി അവിടെ പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേറെ ആളുകൾ ആശ്രമത്തിനകത്തുണ്ട്, സീനിയേഴ്സ്. 100 വയസ്സായി. 100-ാം വയസ്സിൻ്റെ തലേദിവസമാണ് ഇത് പറയുന്നത്. അപ്പോൾ അന്നേ ദിവസം ഗ്യാതറിങ് കൂടി. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ് ജീവിതത്തിന്, ഈശ്വരൻ എന്താണെന്ന് പറയാം. ഈശാവാസ്യമിതം സർവം എന്ന് പറയും. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. സുപ്രീം ഉപനിഷത്തായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് തീർന്നു. ഇവരെല്ലാം കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി കാര്യമൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, ഒന്നും കൊണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവസാനം പിന്നെ ഇനിയിപ്പം നിർത്താം, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഓം ശാന്തി ശാന്തി എന്ന് പറയാമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോൾ പറഞ്ഞ് പിന്നെ അവസാനത്തെ വാക്കാണ് പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അത് ഇതും പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ ശേഷിക്കുന്നതും പൂർണ്ണം. ഓം ശാന്തി ശാന്തി ശാന്തി. അയാൾ പോയി. ഇവർക്കൊന്നും പിടികിട്ടില്ല. അവസാനം എണ്ണിച്ച് പോകാൻ വേണ്ടി ചെയ്ത വേറെ പോണ്ടേ, ഇന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് രക്ഷപ്പെട്ടു പോയി. നമ്മളെ ഈ പുസ്തകത്തിനടുത്ത് വെച്ച് പഠിച്ചുകൊണ്ട് വീണ്ടും ഇത് പറഞ്ഞു. ഈ ഒരു പരിപാടിയും ചെയ്യാതെ ഇതിൽ കൂടെ അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂരളെന്ന് പറയുന്നത്. ആ ഇൻ്റഗ്രേഷനിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് യോഗത്തിൻ്റെ ഐഡിയ. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. നമ്മൾ സ്വാമി ശാന്തി പ്രസാദ്ജിയുമായിട്ട് ശിവരാജയോഗം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സത്സംഗത്തിലൂടെ സാധുകളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വന്നത്. പറഞ്ഞു തുടങ്ങി ഇതുവരെ ആയിട്ടും നമ്മൾ ആ ശിവരാജയോഗത്തിൻ്റെ ബേസിൽ നിൽക്കുകയാണ്. അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നുള്ളതാണ് സ്വാമിജി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. അത് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എത്തിപ്പെടാം. അതിനൊരു അവസരം സ്വാമിജി ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾക്ക് കിട്ടും, തീർച്ചയായും കിട്ടും. കാരണം സ്വാമിജി ജീവിക്കുന്നത് തന്നെ ആ ശിവരാജ യോഗിയായിട്ടാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ തൻ്റെ ആ എക്സ്പീരിയൻസാണ് സാധകരിലേക്ക്, സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. സ്വയം തിരിച്ചറിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി മീ ടു മീ, എന്നിൽ നിന്നും എന്നിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് സ്വാമിജി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ അന്വേഷണത്തിലൂടെ ലഭിച്ച തിരിച്ചറിവുകളെയാണ് നമ്മളിലേക്ക് അദ്ദേഹം എത്തിക്കാൻ ശ്രമിച്ചത്. പേര് സൂചിപ്പിക്കും പോലെ ശാന്തിയുടെ പ്രസാദം, ശാന്തിയെ പ്രസരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇനിയും ഒരുപാട് സാധകർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ശാന്തി പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. എന്തായാലും സ്വാമിജി നമ്മളോട് ഇത്രയും നേരം അങ്ങയുടെ അനുഭവങ്ങളിലൂടെയുള്ള അറിവ് പങ്കുവച്ചതിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഒറ്റ വാക്കിൽ പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു പ്രാക്ടീസ് പോലെ.
ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മീ ടു മീന്ന് ഉള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു ഐഡിയ. അപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുകയാണ്, എന്നെ കൺഫ്രണ്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ കൺഫ്രണ്ട് ചെയ്യാം എന്നതാണ് എനിക്കിപ്പോൾ ചുരുക്കി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം, എങ്ങനെ നമുക്ക് കൺഫ്രണ്ട് ചെയ്യാം? നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, വേറെ ഒരു മാർഗ്ഗമില്ല. കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയാൽ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നു. ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ ചിന്തകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചിന്തകൾ വരുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്. ആ വന്ന ചിന്തകളെ നമ്മൾ ഒന്നുകൂടെ ഭംഗിയായിട്ട് കാണാൻ ഉള്ള മനസ്സുമായിട്ട് ഒരു സാക്ഷിയെ പോലെ ഇരിക്കുന്നു. ചിന്തകൾ വരുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിനപ്പുറത്ത് എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ രണ്ട് ചിന്തകൾക്കിടയിൽ എന്താണെന്ന് നോക്കുകയാണ്. രണ്ട് ചിന്തകൾക്കിടയിൽ ആക്ച്വലി ഒന്നുമില്ല, ശൂന്യതയാണ്. അവിടെ ചിന്ത ഇല്ലാത്തൊരു സ്ഥലം കാണും. അതാണപ്പോൾ ഈ കണ്ട മൈൻഡിൻ്റെ ഈ ചിന്ത പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിന് പുറകിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുന്നു. അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെ ശൂന്യമായിട്ട് ഇരിക്കുന്നു. അതങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് പിന്നെ ഫർദറായി ചിന്തകളൊന്നും വരുന്നില്ല. ഈ ശൂന്യത കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതിലേക്ക് ലയിച്ച് ഇരിക്കുക. ചിന്ത വരും, വന്നതുപോലെ ചിന്ത പോകും. അതിനിടയിലുള്ള ഇടവേള നിതാന്തമായിട്ടുണ്ടാവും. ആ നിതാന്ത സത്യത്തിലേക്ക് മനസ്സ് നട്ട് നിൽക്കുമ്പോൾ ഡീപ്പായിട്ടൊരു സ്ഥലത്തേക്ക് നമ്മളെ അതെടുത്തുകൊണ്ടേ പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. നമ്മൾ വലിയ എഫർട്ടൊന്നുമുള്ള കാര്യമല്ല. സമാധാനമായിട്ട് മനസ്സിലേക്ക് നോക്കുക, ചിന്തകൾ കാണുക, ചിന്തയിൽ ഇടയിലുള്ള ഗ്യാപ്പ് കാണുക. ആ ഗ്യാപ്പ് കണ്ടിട്ട് ആ ഗ്യാപ്പിലേക്ക് നോക്കിക്കൊണ്ടേ വിശ്രമിക്കുക. അങ്ങനെ വിശ്രമിക്കുമ്പോൾ നമ്മൾ ഈ വലിയ എക്സ്പാൻസ് ആയിട്ടുള്ള പ്രകൃതിയുടെ ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലം ഈ മഹാശൂന്യതയാണെന്ന് മനസ്സിലാകും. ആ ഒറിജിനിലേക്ക് പോയി ആ ഇൻ്റലിജൻസിലേക്ക് ലയിച്ച് അവിടെ ഇരിക്കുക. ഇതിനെ യോഗം എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ക്ഷിപ്രസാധ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരും ഒരല്പസമയം ഉണ്ടാക്കിയിട്ട് ഇരിക്കുക, മനസ്സിലോട്ട് നോക്കുക, ചിന്ത കാണുക, ചിന്തയുടെ ഇടയിലുള്ള ഗ്യാപ്പ് കാണുക, ആ ഗ്യാപ്പിലേക്ക് വിശ്രമിക്കുക, അവിടെ തന്നെ നിൽക്കുക. അത് നിങ്ങളെ ഡീപ്പായിട്ടുള്ള ഇൻഫൈനറ്റ് എംപ്റ്റിനെസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ലയിച്ചിരിക്കാൻ പറ്റും. അതിന് മുക്തി എന്ന് പറയും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.